Hi dear students, welcome back to the chapter Relations and Functions. Relation function നമ്മൾ പഠിച്ചില്ലേ? അതില് ഒരുപാട് ഗ്രാഫുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഗ്രാഫുകൾ വരക്കാം. ഓക്കെ, ഇതാ draw the graph of y equal to y എന്ന് പറഞ്ഞാൽ f of x equal to x. f of x equal to x അല്ലെങ്കിൽ y equal to x രണ്ടൊന്നാണ്. y തന്നെയാണ് f of x അല്ലെ? f of x equal to x അല്ലെങ്കിൽ y equal to x ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കും. എന്നിട്ട് അതിന്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ എങ്ങനെ നമ്മൾ പറയാൻ പോകും. തുടങ്ങല്ലേ? ഇവിടെ y ഈക്വൽ ടു x ആണ്. ഇതാണ് ഫംഗ്ഷൻ. അല്ലെങ്കിൽ f of x ഈക്വൽ ടു x രണ്ടും ഒന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം f of x ഈക്വൽ ടു x ഇതിന്റെ ഗ്രാഫ് വരക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഗ്രാഫ് വരക്കുക രണ്ടും ഒന്നു. ഗ്രാഫ് വരക്കണമെങ്കിൽ നമുക്ക് x ആക്സ് വേണം, y ആക്സ് വേണം, കുറച്ച് പോയിന്റുകളൊക്കെ വേണം അല്ലെ? എന്നിട്ട് യോജിപ്പിച്ച് നമ്മൾ അതിന്റെ ഗ്രാഫ് വരക്കും. എന്നിട്ട് ആ ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ അതിന്റെ ഡൊമൈനും റേഞ്ചും എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, സൂചിപ്പിക്കുക എന്നുള്ളതൊക്കെ പറയാം. അപ്പോ f of x എന്ന് പറഞ്ഞാൽ x ആണ്, അല്ലെങ്കിൽ y ഈക്വൽ ടു x, y തന്നെയാണ് x. ഇതെടുക്കാം നമുക്ക്. ഫംഗ്ഷൻ y ഈക്വൽ ടു x, y എന്ന് പറഞ്ഞാൽ x തന്നെയാണ്. അപ്പൊ നമ്മൾ കുറച്ച് വാല്യൂസ് എക്സിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ വൈക്ക് ഒരു വാല്യൂ കിട്ടും. അങ്ങനെ നമ്മൾ ഒരു ഓരോ പേരായിട്ട് മാറ്റും. പിന്നെ എക്സിന് വേറെ വാല്യൂ കൊടുക്കും, വൈക്ക് ഒരു വാല്യൂ കൊടുക്കും. അങ്ങനെ എക്സിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോഴും വൈക്ക് കിട്ടുന്ന വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിന് ഓരോ പെയറുകളായിട്ട് ഓർഡേർഡ് പെയറുകളായിട്ട് എഴുതും. എന്നിട്ട് നമുക്ക് ആ പോയിന്റ് വെച്ചിട്ട് ഗ്രാഫ് എടുക്കാം. ഇത് വളരെ ഈസിയാണ്. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് 0 ആയാൽ എന്ത് സംഭവിക്കും? ഇതാട്ടെ നമ്മളെ ഫംഗ്ഷൻ. എക്സിന് 0 കൊടുക്കും. എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് 0 ആയാൽ ഇവിടെ എക്സ് 0 കൊടുത്താൽ എന്ത് കിട്ടും? ആ ഇക്വേഷൻ അതല്ല നമ്മുടെ ഇക്വേഷൻ y ഈക്വൽ ടു 0. കണ്ടാ, എക്സ് തന്നെയാണ് y എന്നല്ല അർത്ഥം. അപ്പൊ എക്സ് 0 ആണെങ്കിൽ എന്താ? y 0. അങ്ങനെയാണെങ്കിൽ x 0 ആയപ്പോ y 0 ആയതുകൊണ്ട് ഈ ഗ്രാഫിൽ ഒരു പോയിന്റ് കിട്ടിയതാ 0 0. ഇനി x is equal to ദാ when x is equal to 1 ഇവിടെ 1 കൊടുത്ത് നോക്കാം. അപ്പൊ ആ ഇക്വേഷൻ എന്താവും? y equal to 1. y ഉം 1 തന്നെയാണ്. x തന്നെയല്ലേ y, അപ്പൊ കൊടുക്കുന്നത് തന്നെയാണ് കിട്ടുക. അപ്പൊ 1 കൊടുത്താൽ 1 കിട്ടും. സോ 1 1 ഒരു പോയിന്റ്. ഇനി x ന് 2 കൊടുത്താലോ? അപ്പൊ y 2 കിട്ടും. അപ്പൊ അടുത്ത പോയിന്റ് 2. ഇനി x ന് -1 കൊടുത്താലോ? അപ്പൊ y -1 കിട്ടും. അപ്പൊ അടുത്ത പോയിന്റ് കണ്ടാ. 3.4 കൊടുത്താല് 3.4 കിട്ടും. 1.5 കൊടുത്താല് 1.5 കിട്ടും. -3.9 കൊടുത്താലോ -3.9 കിട്ടും അല്ലെ? എന്താണോ കൊടുക്കണത് അതിന്റെ കിട്ടും. x തന്നെയാണ് y തന്നെയാണ് x. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. f of x ഈക്വൽ ടു x അല്ലെങ്കിൽ y ഈക്വൽ ടു x എന്ന് പറയും ഐഡന്റിറ്റി ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് അതിന്റെ ബോക്സ് വരാം. അതിന്റെ പോയിന്റുകൾ കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് പോയിന്റുകളൊക്കെ അടങ്ങുന്നതാണ്. എക്സിന് എന്ത് കൊടുത്തോ അതിനനുസരിച്ച് y എന്ത് കിട്ടും എന്നുള്ള അറിയാൻ വേണ്ടി കുറച്ച് പോയിന്റ് കേട്ടോ, കുറച്ച് മതി. എക്സ് ഇത് y എന്ന് പറഞ്ഞാൽ f of x കേട്ടോ. 0 കൊടുത്തപ്പോ 0 കിട്ടി അല്ലെ? അപ്പൊ ഇത് എക്സിന്റെ ആള് 0 ആകുമ്പോ y ഇതാ. ഇതിനെങ്ങനെ x 1 ആകുമ്പോ y 1, x 2 ആകുമ്പോ y 2, x -1 ആകുമ്പോ y -1, -2 ആകുമ്പോ -2 കേട്ടാ. ഈ ഒരു ടേബിൾ ഫോം ചെയ്യാം. കുറച്ച് പോയിന്റ് കിട്ടിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് ഇതിന്റെ ഗ്രാഫ് വരണം. ഓക്കെ, നമുക്ക് x ആക്സ് വരക്കണം, y ആക്സ് വേണം, പോയിന്റ് ഇടപെടുത്തം അല്ലെ? റെഡി? രണ്ട് ആക്സിസും വരക്കണം. രണ്ട് ആക്സ് വരച്ചു. ഇതാണ് x ആക്സ്, ഇത് y ആക്സ് അല്ലെ? x o x dash y o y dash ഇതാണ് നമ്മൾ x ആക്സ് y ആക്സ്. ഇനി നമ്മൾ പോയിന്റുകൾ വേണം. ഇത് x ആക്സിന്റെ റൈറ്റ് സൈഡ് ഇവിടെ പോസിറ്റീവ്, റൈറ്റ് ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ്. y യുടെ മുകൾ ഭാഗം പോസിറ്റീവ്, ഒരു താഴേക്ക് നെഗറ്റീവ് അല്ലെ? അപ്പൊ നമ്മൾ ഓരോ സെന്റിമീറ്റർ ആണ് കൊടുക്കുക.
1 2 3 4 അങ്ങനെ കൂട്ടാ 5 വരെ. ഇങ്ങോട്ട് എക്സിന്റെ നെഗറ്റീവ് 1 -1 -2 -3 -4 ആണ് കേട്ടോ. ഓക്കെ, എക്സ് ഡാഷ് അടുത്ത വൈ ഡാഷ് എക്സ് എക്സ് കഴിഞ്ഞതാ വൈ എക്സ് 1 2 3 4 5. ഓക്കെ, ഇങ്ങോട്ട് 0 -1 -2 -3 -4 അങ്ങനെ വരും. ഇതേതാ? ഇത് ഒറിജിനൽ കേട്ടോ, പോവാണ്. ഇനി നമുക്ക് എക്സ് 0 ആകുമ്പോ വൈ 0 0 0 അല്ലെ? ഇതിങ്ങനെ എന്താർത്ഥം? 0,0 അതാണ് ഒരു പോയിന്റ്. ഏതാ 0 0? ഇതാണ് ഒരു പോയിന്റ്. അപ്പൊ ഈ പോയിന്റ് ആ ഗ്രാഫിൽ ഉണ്ട് കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ്, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ 0 0 1 കൊടുത്താൽ 1 കിട്ടും. 1 1 ഇത് എക്സ് ആക്സിന്റെ 1, ഇത് വൈ ആക്സിന്റെ 1. ഇവിടുന്ന് ഇങ്ങനെ ഡോട്ടിട്ട് വരക്കുക, ഇവിടെ നിന്ന് ഡോട്ടിട്ട ഇവർ തമ്മിൽ യോജിപ്പിക്കുന്ന സ്ഥലം ഇതാ കൂട്ടിക്കൊണ്ട പോയിന്റ്. ഇതാണ് എന്ത്? ഇതാണ് 1 1 കേട്ടോ. ഇത് 0 0 ഉള്ള പോയിന്റ്, ഒരു പോയിന്റ് കിട്ടി. ഇതാ ഗ്രാഫിൽ രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഇനിയോ 2 കൊടുത്താൽ 2 കിട്ടും. അപ്പൊ 2 2 ഒരു പോയിന്റ് ആണ്. ഇവിടുന്ന് 2 ഇവിടുന്ന് 2 ചെയ്യുന്ന സ്ഥലം ഇതാ. ഒന്ന് നേരെ 2ലേക്ക് ഇങ്ങനെ നോക്കുക, പെർപെൻഡിക്കുലർ ആയിട്ട് 2 2 ഇതാണ് ഒരു പോയിന്റ്. അടുത്ത് 3 കൊടുത്താൽ 3 കിട്ടും. 3 3 കിട്ടും. എക്സ് കൂടെ അങ്ങനെ 3, വൈ കൂടെ 3 ഇതാ 3 3 3 ഒരു പോയിന്റ് അല്ലെ? അപ്പൊ 3 4 പോയിന്റ്. ഇനി -1 കൊടുത്താൽ -1 കൂട്ടില്ലേ? സോ -1 -1 ഒരു പോയിന്റ്. -1 -1 എക്സിന്റെയും -1 വൈയുടെയും -1 ഏതാണ്ടാകുക? ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ പോയിന്റ് ഇതാണ്. ഇവിടെ നിന്ന് ഇതാണ് -1 -1. അടുത്ത -2 -2 വടി -2 വടി -2 ആ പോയിന്റ്. പിന്നെ -3 -3. അപ്പൊ ഈ പോയിന്റുകൾ കണ്ടാ ഇത് ഇങ്ങനെ യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രാഫ് കിട്ടും. ഓക്കെ, അപ്പൊ അത് നീട്ടി വരാം. പോയിന്റുകൾ തമ്മിൽ കൃത്യമായി യോജിപ്പിക്കും. അതുപോലെ ഇങ്ങോട്ട് വരക്കാം കേട്ടോ. ഇതോടെ അവസാനിക്കണില്ല. 1.7 കൊടുത്താൽ 1.7 കിട്ടും. അതൊക്കെ ഈ ലൈൻ ഉണ്ടാവും. 2.9 കൊടുത്താൽ 2.9 ഇതിലുണ്ടാവും. എത്ര കൊടുത്തോ അതൊക്കെ ഇതിലുണ്ടാവും. ഇതാണ് ഈ വര. അവിടെ അവസാനിക്കുന്നില്ല, ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. തൽക്കാലം നമ്മൾ ആരോ മാർക്ക് എടുത്ത് ഇത് അങ്ങനെ പോവാണ്, അനന്തമായിട്ട് പോകണം. ഈ വരയുടെ പേരാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, വൈ ഈക്വൽ ടു എക്സ് എന്നതിന്റെ ഗ്രാഫ്. കുറച്ച് പോയിന്റുകൾ കണ്ടെത്തിയിട്ട് പരസ്പരം യോജിപ്പിക്കുക, ആക്സസ് വരച്ചു. ഓക്കെ, ഇതാണ് വൈ ഈക്വൽ ടു എക്സിന്റെ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽസിന്റെ ഗ്രാഫ്. ഇനി ഇതിന്റെ ഡൊമൈനും റേഞ്ചും ഗ്രാഫ് തന്നിട്ട് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് പറയാം. നമുക്ക് എക്സിനൊക്കെ ഏത് വിലകളൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഡൊമൈനിലുണ്ടോ. വൈക്ക് സ്വീകരിക്കാൻ പറ്റും, വൈക്ക് കിട്ടുന്ന വിലകളൊക്കെ ഒരു സെറ്റിനുള്ളിൽ അതാണ് റേഞ്ച്. ഒരു ഗ്രാഫ് തന്നിട്ട് അതിന്റെ ഡൊമൈൻ റേഞ്ച് ചോദിച്ചാൽ ഈസി ആയിട്ട് അതിന്റെ ഡൊമൈൻ റേഞ്ച് പറയാനുള്ള മാർഗം പറഞ്ഞു. ഈ ഗ്രാഫിലേക്ക് നോക്കും. ഈ ഗ്രാഫിൽ നിന്നും എല്ലാ പോയിന്റിൽ നിന്നും എക്സ് ആക്സിലേക്ക് വരട്ടെ. ഇതല്ലേ പോയിന്റുകൾ? ഇവിടെ നിന്നൊക്കെ എക്സ് ആക്സിലേക്ക് ഇങ്ങനെ വരട്ടെ. എല്ലായിടത്തും അടുപ്പിച്ച് ഒരു പുള്ളിന്ന് വരച്ചു, ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു. ഇവിടുന്നൊക്കെ ഇങ്ങനെ വരച്ചാൽ എന്ത് സംഭവിക്കും? അത് ഇവിടെയൊക്കെ തൊട്ട് എല്ലാ പോയിന്റും ഇവിടുന്ന് ഫ്രീ ഇല്ല, ഇവിടുന്ന് ഗ്യാപ്പില്ല. ഇവിടുന്ന് വരച്ചാൽ അടുപ്പിച്ച് വരച്ചാൽ അതെല്ലാം ഈ വരയിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് അല്ലെ? ഇവിടുന്ന് എക്സ് ആക്സിലേക്ക് ഇങ്ങനെ വരട്ടെ. ഇവിടുന്ന് ഇവിടം വരെ അല്ലേ? ഇതല്ലേ ലാസ്റ്റ്. ഈ വര അങ്ങനെ അനന്തമായിട്ട് പോകുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ വരച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ വരച്ചാൽ എക്സ് ആക്സ് തീർന്നില്ല, അതങ്ങനെ പോലെ. അപ്പൊ ആ വരയിൽ നിന്ന് ഇങ്ങനെ വരച്ചാൽ എന്ത് സംഭവിക്കും? ഇവിടുന്ന് ഇങ്ങോട്ട് ഫുള്ള് പോയിന്റുകളേക്കാം അല്ലേ? ഒക്കെ ഇവിടേക്ക് എല്ലാ പോയിന്റിലേക്കും എന്തോ ഇവിടുന്ന് ലൈൻ വരും. ഈ പോയിന്റിലേക്ക് വരും. അവിടുന്ന് നോക്കിയാൽ തൊട്ടപ്പുറത്തെ പോയിന്റിലേക്ക് വരും. എല്ലാ പോയിന്റിലേക്കും എന്ത് വരും? ആ ഗ്രാഫ് വരച്ചാൽ വരും. ലൈൻ ഇങ്ങനെ വരച്ചാൽ. അതുപോലെ ഈ പോയിന്റ് താഴത്തേക്കല്ല, എക്സ് ആക്സിൽ വരക്കും. ഇതിൽ എക്സ് ആക്സ് അതാ അങ്ങനെ വരക്കും. എല്ലാ പോയിന്റും അടുപ്പിച്ച് വെച്ചെന്തോ ഇതിലെല്ലാ പോയിന്റിലേക്ക് ഇവിടുന്ന് വരും. ഇവിടുന്ന് ഒക്കെ എന്ത് വരും? ഈ വരയിലേക്ക് ഒരുപാട് പോയിന്റുകൾ ഇങ്ങനെ വരും. എന്ന് പറഞ്ഞാൽ എക്സ് ആക്സ് നിറഞ്ഞു നിൽക്കും. ഇതോടെ അവസാനിക്കണില്ല. ഇതോടെ അവസാനിച്ചാൽ ഇവിടെ അങ്ങോട്ട് തീരും. ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കാണ്ടാവില്ല. പക്ഷെ ഇത് അവസാനിക്കണില്ല. അതുകൊണ്ട് ഈ ലൈനിൽ നിന്നും എക്സ് ആക്സിലേക്ക് വരച്ചാൽ ആ എക്സ് ആക്സ് മുഴുവൻ എല്ലാ പോയിന്റിലേക്കും നമുക്ക് വരകൾ കറക്റ്റ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിൽ എവിടേക്കൊക്കെ ചെല്ലുന്നോ അതാണ് നമ്മുടെ ഡൊമൈൻ. എല്ലായിടത്തും ചെല്ലണ്ടല്ലോ. അതുകൊണ്ട് ഡൊമൈൻ, ഈ ഗ്രാഫിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് ആണ്. റിയൽ നമ്പർ മുഴുവനാണ്.
ഡൊമൈൻ ഈക്വൽ ടു റിയൽ നമ്പർ. ഇനി ഇതിന്റെ റേഞ്ച് കാണാൻ നേരെ y ആക്സിലേക്ക് വരച്ചാൽ മതി. ഈ വര ഇവിടുന്ന് ഇങ്ങനെ വൈയിലേക്ക് വരക്കാം. കണ്ടാ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ ഇവിടെ ഗ്യാപ്പ് ഒന്നുമില്ല. ഇവിടെ ഒക്കെ വരക്കാം. അടുപ്പിച്ച് വരും. അടുപ്പിച്ച് എല്ലാ ആളുകളും ഈ വരമ്പൊക്കെ ഇങ്ങനെ വരും. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് വരക്കുക. അങ്ങനെ വരച്ചത് സമയക്കും y ആക്സ് നിറഞ്ഞിങ്ങനെ നിൽക്കും അല്ലെ. ഇവിടുന്ന് ഇങ്ങനെ എക്സിലേക്ക് വൈയിലേക്ക് വരക്കുക. ഇവിടുന്ന് വൈയിലേക്ക് വന്നു. അപ്പൊ y ആക്സിലെ എല്ലാ പോയിന്റിലേക്കും നമുക്ക് വരകൾ വരാം. എല്ലാ പോയിന്റും ഉണ്ടാവും എന്ത്. അതുകൊണ്ട് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനാണ്. ഇത് എവിടുന്ന് അവിടെ വരെയാണ്? ഇതവിടെ അങ്ങനെ പ്ലസ് ഇൻഫിനിറ്റിക്ക് പോകണം. ഇത് ഇങ്ങനെ മൈനസ് ഇൻഫിനിറ്റിക്കാണ് അല്ലെ. അപ്പോ y ആക്സ് മുഴുവൻ റേഞ്ചിലുണ്ട്. ഇതിലെല്ലാ പോയിന്റും പറഞ്ഞാൽ എല്ലാം പറഞ്ഞതാ റിയൽ നമ്പർ മുഴുവൻ അല്ലേ. സോ ഡൊമൈനും റേഞ്ചും എന്ത് തന്നെയാണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇത് അങ്ങനെയാണ് ഗ്രാഫ് വരച്ചിട്ട് ഡൊമൈൻ റേഞ്ച് പറഞ്ഞാ. ഓക്കെ, സോ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x equal to -x. -x ന്റെ ഗ്രാഫാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ. x അതുപോലെ f of x. ഇത് y ആണ്. when x is equal to 0, x ന് 0 കൊടുത്താ അപ്പൊ എന്താവും? f of 0 equal to ഇവിടെ 0 കൊടുക്കാം -0. എന്നാ -0 എന്നാ 0. x 0 ആണെങ്കിൽ അതിന്റെ f of 0 ആണ്. എന്ന് പറഞ്ഞാൽ 0 കൊടുത്താൽ 0 കൊടുക്കും അല്ലെ. x equal to 1. ഇവിടെ 1 കൊടുത്താ x ന്. അപ്പൊ f of 1 equal to മൈനസ് ഇട്ടിട്ട് 1 കൊടുക്കും. എന്ന് പറഞ്ഞാൽ 1 കൊടുത്താൽ -1 കൊടുക്കും. x 2 ആകുമ്പോഴോ അപ്പൊ അതിന്റെ f of 2 ഇവിടെ 2 കൊടുക്കാം. അപ്പൊ മൈനസ് ഇട്ടിട്ട് 2. അപ്പൊ 2 കൊടുത്താ -2, 3 കൊടുത്താ -3. എന്താണോ കൊടുക്കുക അതിന്റെ മൈനസ്. x ആണ്. x ആണെങ്കിൽ അതിന് മൈനസ് അല്ലോ. അപ്പൊ x -1 ആകുമ്പോഴോ x ന് -1 കൊടുക്കുക. പടി അപ്പൊ എന്ത് സംഭവിക്കും? f of അതിന്റെ -1ന്റെ f of എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമേജ് അല്ലെ. f of -1 x ന് -1 കൊടുക്കുക ഈക്വൽ ടു 2. ഈ മൈനസ് ഇട്ടു. ഈ മൈനസ് ആണ് ഇട്ടത്. ഇനി x ന് എന്താ കൊടുക്കുക? -1. ഈ മൈനസ് കൊടുത്തു. ഇത് f of ആണ്. x ന് -1 കൊടുത്തു. ഈ മൈനസ് ഇട്ടു. ഇനി x ന്റെ വാല്യൂ എത്ര? -1. അപ്പൊ -1 പറയുമ്പോൾ എന്താവും? +1. അപ്പൊ -1 ആണെങ്കിൽ +1. ഇനി x ന് -2 കൊടുത്തു നോക്കാം. അപ്പൊ എന്ത് കിട്ടും? f of -2. x ന് -2 ഇടുമ്പോ f of -2 ഈക്വൽ ടു ഈ മൈനസ് ഇടും. പിന്നെ x ന് -2 കൊടുക്കും. അപ്പൊ -2 അറിയുമ്പോ +2. -2 കൊടുത്താ +2. ഇത് x പ്ലസ് ആവുമ്പോ ഇത് മൈനസ്. ഇത് +5 ആണ്. ഇവിടെ -5 കൊടുക്കും. ഇത് മൈനസ് ആണെങ്കിലോ അതിന് മൈനസ് കൂടെ വരുമ്പോ നമുക്ക് പ്ലസ് ആവും. പോസിറ്റീവ് കൊടുത്താൽ നമ്പർ തന്നെ 1 കൊടുത്താൽ 1 തന്നെ, 2 കൊടുത്താൽ 2 തന്നെയാണ്. ഏതാണോ കൊടുക്കുക ഐഡന്റിറ്റി ആണ്. പക്ഷെ അതിന്റെ നേരെ നെഗറ്റീവ്. നേരത്തെ നമ്മൾ 7 കൊടുത്താൽ 7 കിട്ടും, 20 കൊടുത്താൽ 20 കിട്ടും, 1 കൊടുത്താൽ 1. ഇത് 1 കൊടുത്താൽ -1, 20 കൊടുത്താൽ -2, 3 കൊടുത്താൽ -3 കിട്ടും. എന്നാ -2 കൊടുത്താലോ അപ്പൊ +2, -5 കൊടുത്താലോ അപ്പൊ അതിന്റെ പ്ലസ്. മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും, പ്ലസ് ആണെങ്കിൽ മൈനസ്. ഇതാണ് ഇത് വെച്ചിട്ട് നമുക്ക് അതിന്റെ ഗ്രാഫ് എടുക്കണം. x ആക്സും y ആക്സും ഉണ്ട്. 1 2 3 4 -1 -2 -3 -4 അല്ലെ. -1 -1 -2 -3 -4 -1 -2 -3 -4 1 2 3 4 x ആക്സ് y ആക്സ് ഒക്കെ x കൊടുക്കാതെ y കൊടുക്കും. ഗ്രാഫ് വരക്കാൻ പോയിന്റുകൾ വേണം. 0 കൊടുത്താൽ 0, സോ 0 0. ഇതാണ് 0 0. 1 കൊടുത്താൽ -1. അപ്പൊ 1 കൊടുത്താൽ -1. ഇതാണ് പോയിന്റ്. ഏതാ 1, -1 എന്നുള്ള പോയിന്റ്? x ആക്സിലെ പോസിറ്റീവ് കൊടുക്കുക. x-ലെ +1, y-ലെ -1. അപ്പൊ x-ലെ +1 കൊടുക്കുക, y-ലെ -1 ഏതാ? ഇത് തമ്മിൽ ഇത് ഇങ്ങോട്ട് വരക്കുക, അത് ഇങ്ങോട്ട് വരക്കുക, തമ്മിൽ ചോദിച്ചാൽ ഇവിടെ വരും അല്ലെ. ഈ ലൈൻ ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടുക, അത് ഇങ്ങനെ കിട്ടുന്നത് ഇതാണ് 1, -1 എന്നുള്ള പോയിന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടിയത് 2 കൊടുത്താൽ -2 കിട്ടും. അപ്പൊ 2, -2 എന്നുള്ള പോയിന്റ് ആണ് മതി. x-ന്റെ 2 കൊടുക്കുക, y-ന്റെ -2 ഇതാ. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വരക്കണം, ഇത് ഇങ്ങനെ ഇങ്ങോട്ട്. അപ്പോഴും പോയിന്റ് കിട്ടും. ഇതാ 2 -2. ഓക്കെ, ഇതാണ് 2 -2. അടുത്ത -1 കൊടുത്താൽ +1 കിട്ടും.
അപ്പൊ -1 + 1 അല്ലെ, -1 + 1 തരുന്ന മതി. എക്സിന്റെ -1 വൈയുടെ +1 ഇവിടെ ഇതും ഇതും. പിന്നെ -2 കൊടുത്തൊക്കെ +2 കൊടുത്തു. അതായത് ഈ ലൈൻ ഇങ്ങനെ വരും. നേരത്തെ നമ്മൾ ഇങ്ങനെ വരച്ച് y = x അല്ലെങ്കിൽ f(x) = x ന്റെ ഗ്രാഫ് ഇങ്ങനെ വരച്ചു. ഇതതിന്റെ നെഗറ്റീവ് നേരെ എങ്ങനെ വരക്കല് ഇങ്ങനെ വരും. ഓക്കെ, -2 + 2 -3 + 3 ഇതിങ്ങനെ പോകും. ഇതിവിടെ അവസാനിക്കില്ല. ഈ ഗ്രാഫിന്റെ പേരാണ് f(x) = -x. ഇങ്ങനെ വെച്ചിന്റെ പേര് f(x) = x. ഇതാണ് ഇതിന്റെ ഗ്രാഫ്. ഓക്കെ, ഇനി ഡൊമൈൻ റേഞ്ച് ഈസിയാണ്. ഡൊമൈൻ റേഞ്ച് ഈ ലൈന് അവസാനിക്കുന്നില്ല. x ആക്സ് y ആക്സ് ഒക്കെ പോകും. ഈ ലൈനിൽ നിന്ന് എക്സിലേക്ക് ഇങ്ങനെ വരക്കാം. ഇവിടെ എക്സിലേക്ക് ഇങ്ങനെ വരച്ചാല് ഈ ഭാഗത്തേക്ക് ഫുള്ള് വരും. ഇവിടുന്ന് എക്സിലേക്ക് ഇങ്ങനെ വരച്ചാല് ഈ ഭാഗത്തേക്ക് ഫുൾ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് മുഴുവനായിട്ട് നമുക്ക് പോയിന്റുകൾ അറിയപ്പെടും അല്ലെ. അപ്പൊ ഡൊമൈൻ കിട്ടി. ഇവിടുന്ന് റേഞ്ചോ ഇതാ ഇവിടുന്ന് ഇങ്ങനെ വൈയിലേക്ക് ഇങ്ങനെ വരച്ചാൽ മതി. അങ്ങനെ വരക്കാം. അപ്പൊ ഇവിടേക്ക് ഫുള്ള് പോയിന്റ്. ഇവിടുന്ന് വൈയിലേക്ക് അങ്ങോട്ട് ഇങ്ങനെ വരക്കാം. അങ്ങോട്ട് അടുപ്പിച്ച് വരച്ചാൽ അടുപ്പിച്ച് എല്ലാ പോയിന്റിലേക്ക് വരക്കാൻ പറ്റും. സോ ഈ മുഴുവൻ പോയിന്റിലേക്ക് നമുക്ക് വരക്കാൻ പറ്റും. റേഞ്ച് = എന്താ വരിക, അതും set of real numbers. Okay, next question. Draw the graph of the function f(x) = mod x. മോഡുലസ് ഫംഗ്ഷൻ ഇതിന് ഗ്രാഫ് വരക്കണം. തുടങ്ങാം അല്ലേ. x അതിന്റെ f(x). when x is equal to 0, x 0 ആക്കി വെച്ചാൽ അവിടെ അപ്പൊ നമുക്ക് എന്ത് കിട്ടും, f(0) അതിന്റെ f എന്താ കിട്ടുക, മോഡ് 0. മോഡ് 0, 0യുടെ മോഡുലസ് എന്താ 0 തന്നെ അല്ലേ. ഒരു നമ്പറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ആ നമ്പർ 0യിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ആണ്, 0യിൽ നിന്ന് എത്ര അകലത്തിലാണ്. അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് മോഡുലസ് എടുക്കാൻ അതിന്റെ പോസിറ്റീവ് ആക്കി എഴുതാം, നമ്പർ മാത്രമേ എഴുതാം. ഓക്കെ, അപ്പൊ 0 കൊടുത്താൽ 0 കിട്ടും അല്ലെ അതിന്റെ മോഡുലസ്. when x is equal to 1 കൊടുത്താ സോ f(1) എന്ത് കിട്ടും, അതിന്റെ മോഡുലസ് എടുക്കുക. എന്താണോ കൊടുക്കുക അതിന്റെ മോഡുലസ്. മോഡ് 1, 1ന്റെ മോഡ് എന്താ 1 തന്നെ. 1 കൊടുത്താ 1. 2 കൊടുത്തു നോക്കാം. അപ്പൊ f(2) എന്ത് വരിക, മോഡ് 2. 2ന്റെ മോഡ് എന്താ 2 തന്നെ. 2 കൊടുത്താ 2 കിട്ടും. ഇനി -1 കൊടുക്കാം. അപ്പൊ അതിന്റെ f എന്താവും, -1ന്റെ f എന്താ, -1ന്റെ മോഡ്. -1ന്റെ മോഡ് എന്താ +1 ആണ്. മോഡുലസ് എടുക്കാൻ അതിനെ 0യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നോക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഒഴിവാക്കി ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ -1 കൊടുത്താല് +1 കിട്ടും. x -2 ആകുമ്പോഴോ അപ്പൊ നമുക്ക് അതിന്റെ f കിട്ടും അല്ലെ. f എത്ര കിട്ടാ, -2ന്റെ മോഡ് എന്താ കിട്ടാ +2. -2 കൊടുത്താ +2. -3 കൊടുത്താലോ +3 കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് കൊടുത്താലും കിട്ടുന്നത് നോൺ നെഗറ്റീവ് ആയിരിക്കും അല്ലെ. നെഗറ്റീവ് കിട്ടൂല, 0 കിട്ടും. പിന്നെ അല്ലെങ്കിൽ പോസിറ്റീവ് എല്ലാം പോസിറ്റീവ് ആകാൻ പറ്റില്ല. 0വും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നോൺ നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. ഓക്കെ, നമുക്ക് ഇനി ഗ്രാഫ് കേട്ടോ. ഓക്കെ, ഗ്രാഫ് 0,0 ഏതാ പോയിന്റ് അല്ലേ. 1,1 ഏതാ പോയിന്റ്, ഇവിടുന്ന് ഇങ്ങനെ നോക്കുക ഈ പോയിന്റ് അല്ലെ. അത് നമ്മൾ കൂട്ടിക്കൊണ്ട പോയിന്റ്. ഇതാണ് 1, 1. 2 കൊടുത്താൽ 2 കിട്ടും. 3 കൊടുത്താൽ 3 ആണ് കിട്ടുക. അങ്ങനെ പോലെ 4 കൊടുത്താൽ 4 കിട്ടും. 5 കൊടുത്താൽ 5. ഇനി -1 കൊടുത്താലോ, അപ്പോ -1 കൊടുത്താൽ +1 കിട്ടാം. -1 +1 ഇവിടെ വരും. -2 കൊടുത്താലോ അപ്പൊ +2 കിട്ടും അല്ലെ. -3 കൊടുത്താലോ അപ്പൊ +3 കിട്ടും. ഇത് ഇങ്ങനെ വരും ഇവിടെ വരെ. പിന്നെ ഇവിടെ നിന്ന് കിട്ടും. നേരത്തെ ഇങ്ങനെ മുഴുവൻ f(x) = x, ഇത് f(x) = -x അല്ലെ. അതിന്റെ ഓരോ പാർട്ടുകൾ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഇങ്ങനെ ഒരു വി ഷേപ്പിലാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, ഇങ്ങനെ യോജിപ്പിക്കും. ഇതിവിടെ അവസാനിക്കുന്നില്ല.
ഇതിങ്ങനെ പോകും. ഇതും ഇവിടെയും അവസാനിക്കുന്നില്ല, ഈ ഷേപ്പിൽ പോകും. ഇതാണ് എന്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് എക്സിൽ പോകും. ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് അങ്ങനെയുള്ള രണ്ടോ മൊത്തത്തിൽ വായിക്കുമ്പോ മോഡ് എക്സിന്റെ ഗ്രാഫ്. ഇനി ഇത് ഡൊമൈൻ റേഞ്ച് വരാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിലേക്ക് വരക്കാം അല്ലെ. ഇവിടുന്ന് എക്സിലേക്ക് വരച്ചോക്കാം, ഇവിടുന്ന് ഇങ്ങനെ വരച്ചോക്കാം. ഈ ഭാഗം മുഴുവൻ എല്ലാ പോയിന്റുകളും ഇവിടുത്തെ ഇങ്ങനെ വരും അല്ലെ. അതേമാതിരി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരക്കും മുഴുവൻ. ഈ മുഴുവൻ ഈ എക്സ് ആക്സ് മുഴുവനായിട്ടും ഇവിടെ നമുക്ക് വരച്ച് തീർക്കാൻ പറ്റും. സോ ഡൊമൈൻ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ. ഇനി റേഞ്ച് ആണ്, റേഞ്ച് എങ്ങനെ വരക്കാം, വൈയിലേക്ക് വരക്കാം. ഇവിടുന്ന് വൈയിലേക്ക് ഇങ്ങനെ വരച്ചോക്കാം, ഇങ്ങനെ 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 ഇവിടുന്ന് ഇങ്ങോട്ട് എല്ലാ പോയിന്റും. ഇവിടുന്ന് വരച്ചാലും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പോയിന്റിലേക്ക് ഇവിടേക്കേ നമുക്ക് വരക്കാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടേ വൈ ആക്സിലേക്ക് വരുള്ളൂ, ഇങ്ങോട്ട് വരില്ല. ഇവിടെ താഴെ ഗ്രാഫില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരില്ല. ഇവിടുന്ന് വൈ ആക്സിലേക്ക് വരച്ചാൽ ഈ പോയിന്റ് മുതൽ ഇങ്ങനെ വരും, ഇവിടുന്ന് ഒക്കെ വരക്കാൻ പറ്റും. പക്ഷെ ഇവിടുന്ന് വരക്കണ വരക്ക് ഇവിടുന്ന് ഇവിടം വരെ വരുള്ളൂ. എവിടം വരെ, 0 മുതൽ അങ്ങനെ പ്ലസ് ഇൻഫിനിറ്റിക്ക് പോകും, നെഗറ്റീവിലേക്ക് വരൂല. എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ മുഴുവനില്ല, പോസിറ്റീവ് ഭാഗവും പിന്നെ 0 വരും അല്ലെ, 0ത്തിലേക്ക് വരും. 0ത്തിലല്ലേ ഒരു പോയിന്റ്. അപ്പൊ നമ്മൾ വൈ ആക്സ് മുഴുവനായിട്ട് അറിയപ്പെട്ട ഇവിടുന്ന് വരച്ചാൽ വരില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാവില്ല. സോ 0 to ഇൻഫിനിറ്റി മാത്രമേ എന്തുണ്ടാവുള്ളൂ, റേഞ്ച് 0 to ഇൻഫിനിറ്റി. ഓക്കെ, ഇവിടെ 0 ക്ലോസ്ഡ് ആണ്, 0ൽ പോയിന്റ് തട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരിക, വൈ ആക്സിൽ തട്ടുക. ഇവിടുന്ന് ഇങ്ങോട്ട് തട്ടില്ല. ഇതും കൂടെ തട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, റിയൽ നമ്പർ ചെയ്താൽ നേരത്തെ ചെയ്താൽ മതി. ഓക്കെ, ഇവിടുത്തെ റേഞ്ച് ശ്രദ്ധിക്കുക, 0 to ഇൻഫിനിറ്റി. മോഡ് എക്സിന്റെ മോഡുലസ് ഫംഗ്ഷന്റെ ഡൊമൈൻ റിയൽ നമ്പർ ആണ്, പക്ഷെ റേഞ്ച് 0 to ഇൻഫിനിറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് മോഡ് എക്സ്. ഗ്രാഫ് വരക്കണം. വരീസ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓൾസോ. ഡൊമൈനും റേഞ്ചും ആണ്. തുടങ്ങണം കേട്ടോ. മോഡ് എക്സിന്റെ മൈനസ് ആണ്. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് 0 ആക്കി വായിക്കും. സോ അതിന്റെ എഫ് ഓഫ് എന്താവും, എഫ് ഓഫ് 0 മൈനസ് മോഡ് 0 എന്ന് പറഞ്ഞാൽ മൈനസ് ഇടുക, മൈനസ് അതുപോലെ ഇടുക. 0ന്റെ മോഡ് എന്താ, 0 മൈനസ് 0 ആണ് 0 അല്ലേ. 0 കൊടുത്താൽ 0 കൊടുക്കും. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുത്ത എന്താവും, അതിന്റെ എഫ് ഓഫ് എന്താവും, എഫ് ഓഫ് 1 ഈക്വൽ ടു ഇതിന് എക്സിന് -1 കൊടുക്കുക, മൈനസ് കൊടുത്തു, ഈ മോഡ് ഇട്ടു, ഇതിന്റെ ഉള്ളിൽ 1 കൊടുക്കാം അല്ലെ. ഈ മൈനസ് ഇടാം, ശ്രദ്ധിക്കണം, ഈ മൈനസ് ആണ് ഇട്ടത്. ഇനി മോഡ് 1ന്റെ വാല്യൂ എത്ര, അത് 1 ആണ്. ഈ മൈനസ് ഇവിടെ ഇട്ടു, മോഡ് 1 പറഞ്ഞാൽ 1 ആണ്. സോ മൈനസ് 1 കൂടെ വരുമ്പോ എന്താവും, അത് -1 ആവും. അപ്പൊ 1 കൊടുത്താലോ -1 കൊടുക്കും. 2 കൊടുത്തോക്കാം, അതിന്റെ 2ന്റെ എഫ് ഓഫ് എക്സിന് 2 കൊടുക്കും. എക്സ് ഇസ് ഈക്വൽ ടു 2 കൊടുക്കും. അപ്പൊ എഫ് ഓഫ് 2 ഈക്വൽ ടു മൈനസ് ഒരു മോഡുലസ് ഇടാം, ഇതിന്റെ ഉള്ളിൽ 2 എഴുതാം. ഈ മൈനസ് ആദ്യം ഇടാം. മോഡ് 2 എത്ര, അത് 2 ആണ്. സോ ലാസ്റ്റ് ആൻസർ -2 വരും. 2 കൊടുത്താൽ -2. ഇനി നമുക്ക് മൈനസ് കൊടുക്കാം, -1 കൊടുത്തോക്കാം. -1 കൊടുത്താൽ എഫ് ഓഫ് എന്ത് സംഭവിക്കും, അതിന്റെ എഫ് ഓഫ് -1ന്റെ എഫ് ഓഫ് -1. ഈ മൈനസ് ഇടാ, ഒരു മോഡുലസ് ഇടാ, ഇതിന്റെ ഉള്ളിൽ ഈ ബ്രാക്കറ്റ് തന്നെ ഉള്ളിൽ കൊടുക്കുക. ബ്രാക്കറ്റിൽ എന്താണ്, അത് ഉള്ളിൽ കൊടുക്കുക. ബ്രാക്കറ്റിൽ -1 അത് ഉള്ളിൽ കൊടുക്കുക. സോ ഇങ്ങനെ വരും. എന്നിട്ട് ഈ മൈനസ് ഇട്ട് കൊടുക്കുക, ഈ മൈനസ് ഇട്ടു. ഇനി ഇത്രയും ഭാഗം നോക്കുക, ഇത്രയും ഭാഗം എന്താ, -1ന്റെ മോഡാണ്, അത് +1 അല്ലേ. -1ന്റെ മോഡ് +1 ആണ്. ഈ മൈനസ് കൂടെ ഇട്ടു, ഇതിന്റെ ആൻസർ +1 ആണ്. ആ +1 കൂടെ ഇട്ടെന്താവും, മൈനസ് മുമ്പിൽ വരുന്നോണ്ട് ലാസ്റ്റ് -1. അപ്പൊ -1 കൊടുത്താലോ, അപ്പോഴും -2 കൊടുത്തു നോക്കാം. അപ്പൊ എന്താവും, എഫ് ഓഫ് -2, ഒരു മൈനസും ഒരു മോഡുലസും ഈ ബ്രാക്കറ്റ് ഉള്ളത്തെ ഇവിടെ കൊടുക്കുക. ഈ മൈനസ് ഇടുക, -2ന്റെ മോഡ് +2 ആണ്. അതിന് മുമ്പിൽ ആദ്യത്തെ മൈനസ് ഉണ്ട്, അതുകൊണ്ട് -2 കൊടുത്താൽ -2. പ്ലസ് കൊടുത്താലും മൈനസ് ആ കിട്ടുക. ഈ കൊടുക്കണേനെയാണ് ഇവിടെ കിട്ടുക, അത് മനസ്സിലാക്കുക. കൊടുക്കണ നമ്പർ തന്നെ കിട്ടും. പക്ഷെ കൊടുക്കണേന്റെ എന്ത് കൊടുത്താലും മൈനസുകളാ കിട്ടുക. 0 കൊടുത്താൽ 0. നേരത്തെ നമ്മൾ എന്ത് കൊടുത്താലും പോസിറ്റീവാളെ കിട്ടിയിരുന്നു അല്ലെ. ഓഫ് എക്സ് ഈക്വൽ മോഡ് എക്സ് കൊടുക്കണമൊക്കെ ഏത് പോസിറ്റീവോ നെഗറ്റീവോ ആണെങ്കിലൊക്കെ നമുക്ക് പോസിറ്റീവോ 0 ആണ് കിട്ടും. ഇവിടെ കൊടുക്കണമൊക്കെ ഏത് കൊടുത്താലും ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. ഗ്രാഫ് വരാം. 0 കൊടുത്താൽ 0 കിട്ടും, ഒരു പോയിന്റ്.
1 കൊടുത്താൽ -1. സോ 1 -1 എവിടെ നോക്കാം? എക്സിന്റെ 1 കൊടുക്കാം, വൈയുടെ -1 കൊടുക്കാം. ഇതാ ഇവിടുന്നും കൂട്ടിമുട്ടുന്ന ഇല്ല. 2 കൊടുത്താൽ -2, 2 -2, എക്സിന്റെ 2, വൈന്റെ -2. ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കാം, ഇവിടുന്ന് ഇങ്ങോട്ട് വരാം. 3 കൊടുത്താലോ? 3 കൊടുത്താൽ -3 കിട്ടുമായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ പോയിന്റ് ഇവിടെ ഉണ്ടാകുമായിരുന്നു. 4 കൊടുത്താലോ? -4 ഇങ്ങനെ കിട്ടുമായിരുന്നു. ഇനി -1 കൊടുക്കാം. -1 കൊടുത്താലോ? അപ്പൊ -1 ഉണ്ടാവും. -1 ഇങ്ങനെ വരും. -2 കൊടുത്താലും -2, അപ്പൊ -2 എക്സിന്റെ -2, വൈന്റെ -2 ഉള്ള പോയിന്റ് എടുക്കാം. ഇങ്ങനെ -3 കൊടുത്താൽ -3, -4 കൊടുത്താൽ -4. അതായത് ഇങ്ങനെ വരും. മോഡ് എക്സിന്റെ ഗ്രാഫ് എന്തായിരുന്നു? വി ഷേപ്പിലാണ് അല്ലെ. ഇതാ മോഡ് എക്സിന്റെ ഗ്രാഫ് നേരെ തിരിഞ്ഞു വന്നതാണ്. നേരെ ഈ ഷേപ്പ് കേട്ടോ, വി ഷേപ്പ് തിരിഞ്ഞിട്ട്. ഇതാണ് എന്ത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് മോഡ് എക്സിന്റെ ഗ്രാഫ്. ഇനി ഡൊമൈൻ റേഞ്ച് നോക്കാം. ഇവിടുന്ന് എക്സിലേക്ക് ഇങ്ങനെ വരച്ചോക്കാം. ഈ ഭാഗത്ത് ഇവിടുന്ന് എക്സിലേക്ക് ഇങ്ങനെ വരച്ചാല് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് എല്ലാ പോയിന്റിലേക്കും ഇവിടുന്ന് വരക്കാം. ഇവിടുന്നാണെങ്കിലോ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചാൽ എല്ലാ പോയിന്റിലേക്കും ഇവിടുന്ന് ഇങ്ങനെ വരാൻ പറ്റും. എല്ലാ പോയിന്റിലേക്കും വരും. അതുകൊണ്ട് ഡൊമൈൻ എറ ഫുള്ളാണ്. ഡൊമൈൻ ഈക്വൽ ടു ഫുൾ റിയൽ നമ്പർ. റേഞ്ച് ഈക്വൽ ടു റേഞ്ച് എങ്ങനെയാണ്? ഇവിടുന്നും വൈയിലേക്ക് വരക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് ഗ്രാഫ് ഇല്ല, അതുകൊണ്ട് വൈയിലേക്ക് വരച്ചാൽ ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ഫുള്ള് നമുക്ക് വരക്കാൻ പറ്റും. എന്താ ഇവിടുന്ന് വരച്ചാലും എടുക്കുക വരാം, ഇവിടുന്ന് വരച്ചാലൊക്കെ എടുക്കുക. ഇത്ര ഭാഗത്തേക്കേ നിങ്ങൾക്ക് വരക്കാൻ കഴിയുള്ളൂ. ഇങ്ങോട്ട് വരക്കാൻ പറ്റുന്ന ഈ ഗ്രാഫ് ഇവിടെ വേണം. ഇവിടെ ഗ്രാഫ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മളെ റേഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് വരിക. 0 മുതൽ എടുക്കാം, -ഇൻഫിനിറ്റിക്ക് പോവാം. എന്ന് പറഞ്ഞാൽ -ഇൻഫിനിറ്റിന്ന് വന്ന് 0യിലേക്ക്. സോ -ഇൻഫിനിറ്റി ടു 0. 0 ഉണ്ട്, അതുകൊണ്ട് ക്ലോസ്ഡ്. -ഇൻഫിനിറ്റി നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അത് എപ്പോഴും ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഡൊമൈൻ റേഞ്ച് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു നമ്പർ, y ഈക്വൽ ടു ഒരു നമ്പർ 3 or 4 or 5 3 കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി. ഇതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അത് സി ഏതോ കേട്ടോ. അപ്പൊ നമുക്ക് ഗ്രാഫ് എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 ആയിക്കോട്ടെ, അല്ലെങ്കിൽ -3, 2, -2, 5 ഏതോ ഒരു നമ്പർ കൊടുക്കും. ഇതിന്റെ ഗ്രാഫാണ് വരക്കാം. ഗ്രാഫ് വരക്കാൻ നമുക്ക് എന്ത് വേണം? പോയിന്റുകൾ വേണം അല്ലേ. അവിടെ നോക്കട്ടോ. ഇതിലേക്ക് എക്സ് 0 ആയിരുന്നു സംഭവിക്കും when x is equal to 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 0 എടുത്ത് വെച്ചവിടെ. അപ്പൊ എഫ് ഓഫ് 0 ഈക്വൽ ടു ഇവിടെ 0 കൊടുത്താൽ എന്താ? എഫ് ഓഫ് 0 ഈക്വൽ ടു 3 കിട്ടും. അപ്പൊ 0 കൊടുത്താൽ 3 കിട്ടും, 0 കൊടുത്താൽ 3 കിട്ടും. ഒരു പോയിന്റ്. എക്സ് 1 ആണെങ്കിലോ ഇവിടെ നോക്കാം. എഫ് ഓഫ് 1 എന്താവും? ഇവിടെ എക്സിൽ 1 കൊടുത്താൽ ഇവിടെ 1 കൊടുക്കും. ഇവിടെ മാറ്റാം. എക്സ് ഇല്ല, ഇവിടെ 3 അല്ലേ ഉള്ളൂ. 3 കിട്ടും. 1 കൊടുത്താലും 2 കിട്ടും അല്ലെ. 2 കൊടുത്താലോ അപ്പൊ എഫ് ഓഫ് 2 ഈക്വൽ ടു ഇവിടെ 2 കൊടുത്താൽ ഇവിടെ മാറാം. ഇവിടെ എക്സ് ഇല്ല, അതുകൊണ്ട് കിട്ടുന്ന 3 ആയിക്കാരം. എന്ത് കൊടുത്താലും 3 ആ കിട്ടുക. ഇനി -1 കൊടുത്താലും 3 ആ കിട്ടാം, -2 കൊടുത്താലും 3 ആ കിട്ടാം, 5 കൊടുത്താലും 3 ആ കിട്ടാം. എത്ര കൊടുത്താലും 1.3 കൊടുത്താലും 3 ആണ് കിട്ടുന്നത്. 3 ആയിരിക്കും. y 3 ആയിരിക്കും. എഫ് ഓഫ് എക്സ് 3 ആയിരിക്കും. ഇതിന്റെയൊക്കെ ഇമേജുകൾ 3 ആയിരിക്കും എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, ഗ്രാഫ് കേട്ടോ. ഗ്രാഫ് 0 കൊടുത്താൽ 0 കിട്ടൂല. 0 0 ഇല്ല. 0 കൊടുത്താൽ 3 ആണ് കിട്ടുക. അപ്പൊ ഇതാണ് 0 3 എന്നുള്ള പോയിന്റ്. 1 കൊടുത്താൽ 3 കിട്ടും, 1 3. 2 കൊടുത്താലും 3 ആ കിട്ടുക. 3 കൊടുത്താലും 3 ആ കിട്ടും. 4 കൊടുത്താലും 3 ആ കിട്ടും. 2 പോയിന്റ് സംതിങ് കൊടുത്താലും 3, 3 പോയിന്റ് സംതിങ് കൊടുത്താലും 3 ആണ്. -1 കൊടുത്താലും 3, -2 കൊടുത്താലും 3, ഒക്കെ 3 ആണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോയിന്റുകൾ കിട്ടും. ഇത് ഇങ്ങനെ യോജിപ്പിച്ചാൽ ഒരു ലൈനാണ് കിട്ടുക. 3യിലൂടെ ലൈൻ ഇങ്ങനെ പോകും. അത് എക്സിന് പാരലൽ ആയിരിക്കും, എക്സ് ആക്സിന്. ഇതാണ് നമ്മുടെ y ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്നുള്ള ഗ്രാഫ്. 3 ആയതുകൊണ്ട് 4 ആണെങ്കിലോ 4ലൂടെ അങ്ങനെ പോകും. അത് ഏതിനാ? എക്സിന് പാരലൽ. ഡൊമൈൻ റേഞ്ച് നോക്കാം. ഇവിടുന്ന് എക്സിലേക്ക് വെച്ചാൽ ഈ വര അനന്തമായിട്ട് പോണ അങ്ങനെ പോണല്ലേ. അപ്പൊ ഈ വര പോണ മാറ്റം പോകുന്നുണ്ട്.
ഇവിടുന്ന് എക്സിലേക്ക് വരച്ചാൽ മുഴുവനായിട്ടും എക്സ് ആക്സിൽ എല്ലാ പോയിന്റിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ പോയിന്റുകൾ വരും. സോ ഡൊമൈൻ ഈക്വൽ ടു ഫുൾ റിയൽ നമ്പർ ആണ്. ഡൊമൈൻ ഈക്വൽ ടു റിയൽ നമ്പർ കേട്ടോ. ഇനി റേഞ്ച് നോക്കാം. റേഞ്ച് ഇവിടുന്നൊക്കെ വൈയിലേക്ക് വരക്കാം. ഇവിടുന്ന് വൈയിലേക്ക് വരച്ചാൽ എടുക്കാൻ വരിക 3ലേക്ക്. ഇവിടുന്ന് വരച്ചാലും 3, ഇവിടുന്ന് വരച്ചാലൊക്കെ ഈ ഗ്രാഫത്തെ ഏത് പോയിന്റിനും വൈക്ക് വരച്ചാൽ പിടിക്കേ വരുള്ളൂ. ഇവിടുന്ന് വരച്ചോക്കാം, ഇവിടുന്ന് വരച്ചോക്കാം, ഇവിടുന്ന് ഇങ്ങനെ വരക്കാം, വരക്കണൊക്കെ പിടിക്കുക വരും. സോ റേഞ്ച് ഏതാ? 3 എന്ന എലമെന്റ് മാത്രമേ ഉള്ളൂ. സോ സെറ്റ് 3 ഇതാണ് അതിന്റെ റേഞ്ച്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്നുള്ളത് 2 എന്നാണെങ്കിലോ 2ലൂടെ അങ്ങനെ വരും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -4 ആണെങ്കിലോ -4ലൂടെ അങ്ങനെ വരും. ഇതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y ഈക്വൽ ടു 3, y ഈക്വൽ ടു 4, y ഈക്വൽ ടു x ഈക്വൽ ടു 4 ആണെങ്കിലോ x 4 ആണെങ്കിൽ അത് ഫംഗ്ഷനേ അല്ല, y അല്ലേ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ x-നെ ഫിക്സ് ചെയ്ത് വെച്ചാൽ എന്താവും? x 4 ആണ്, y എത്രയായാലും x 4 ആണെങ്കിൽ 0 ആണെങ്കിലും 1 ആണ്. ഇതൊക്കെ ഇതിന്റെ പോയിന്റുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കിയത് ഫംഗ്ഷൻ അല്ല. 4 എന്ന എലമെന്റിന് 0 എന്നുള്ള ഇമേജ് ഉണ്ട്, പിന്നെ വേറെ ഇമേജ്, ഒന്നിലേറെ ഇമേജ് ഉണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ ആവില്ല. ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരാം? എക്സിലെ 4ലൂടെ അങ്ങനെ വരും, വൈക്ക് പാരലായിട്ട്. ഗ്രാഫ് ഒക്കെ ഇറക്കാം, പക്ഷെ എന്തല്ല ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യില്ല കേട്ടോ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ, പോളിനോമിയൽ ഫംഗ്ഷൻ. x³ x⁴ x⁵ x³ x ഒക്കെ വരല്ലേ, അതങ്ങനെ പോകും അല്ലെ. x³ + p(x²) തേർഡ് ഫംഗ്ഷൻ ഫോർത്ത് ഒക്കെ വരാം. അതിൽ നമ്മള് സെക്കൻഡ് ഡിഗ്രിയിൽ വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്ക്വയർ തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ y ഈക്വൽ ടു x². സെക്കൻഡ് ആണ് പവർ, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, y ഈക്വൽ ടു x², എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x². ഇതാണ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. പരാബോള, അതിന്റെ ഗ്രാഫ് വെച്ചാൽ പരാബോളിക് ഷേപ്പിലാണ്. നോക്കാം നമുക്ക് ഗ്രാഫ് കേട്ടോ. നോക്കിയോളൂ. എക്സിന് 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? അതിന് എഫ് ഓഫ് 0 ഈക്വൽ ടു ഇവിടെ 0 കൊടുക്കാം, പടി അപ്പൊ 0² 0 കിട്ടും. 0 കൊടുത്താൽ 0 കിട്ടും, അതുകൊണ്ട് ഒരു പോയിന്റ് ആയിട്ടോ. മനസ്സിലാക്കി. 1 കൊടുക്കാം, എക്സ് ഈക്വൽ ടു 1 ആവും. അതിന്റെ എഫ് ഓഫ് എന്ത് തരാം? ഇവിടെ 1 കൊടുത്താ 1 ഈക്വൽ ടു 1² എന്താ? അത് 1 കൊടുത്താൽ 1 കിട്ടും. എക്സിന് 2 കൊടുത്തോക്കാം, അപ്പൊ അതിന്റെ എഫ് ഓഫ് എന്താ കിട്ടാ? 2 കൊടുത്താൽ 2² 4 കിട്ടും. 2 കൊടുത്താൽ 4 കിട്ടും. 3 കൊടുത്താലോ അതിന്റെ സ്ക്വയറിൽ കിട്ടാം. -1 കൊടുത്തോക്കാം, അപ്പൊ -1ന്റെ സ്ക്വയർ കിട്ടും, +1. -2 കൊടുത്താലോ അപ്പൊ +4. എന്ത് കൊടുത്താലും അതിനെ സ്കോർ ചെയ്യും, അതല്ലേ ഗ്രാഫ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഗ്രാഫ് വരക്കാം അല്ലെ. പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരക്കാം. -1 -2 -3 -4 അങ്ങനെ പോകും. ഓക്കെ, +1 +2 +3 +4 +5 അങ്ങനെ 4 3 2. x y അല്ലെ. 1 2 3 ഗ്രാഫ് നമുക്ക് നോക്കാം. ആരോ മാർക്ക് ഉണ്ടായിക്കോട്ടെ, അതങ്ങനെ അനന്തമായിട്ട് പോവാണ്. നമ്മൾ കുറച്ച് കൊടുക്കുന്നു കേട്ടോ. 0 കൊടുത്താൽ 0 കിട്ടും, അതുകൊണ്ട് 0 0 ഈ ഗ്രാഫിലെ പോയിന്റ് ആണ്. 1 കൊടുത്താൽ 1 കിട്ടും, അതുകൊണ്ട് 1 1. 2 കൊടുത്താൽ 2 കിട്ടൂല, അങ്ങനെ 2 2 ഉണ്ടാവും. 2 കൊടുത്താൽ 3 4 കിട്ടും, അപ്പൊ 2 കൊടുത്താൽ 4 കിട്ടും. 3 കൊടുത്താലോ 9 ആണ് കിട്ടുക. 4 കൊടുത്താൽ അതിന്റെ സ്കോർ 16 കിട്ടും. -1 കൊടുത്താലോ അപ്പൊ +1 കിട്ടും. -2 കൊടുത്താലോ അതിന്റെ സ്ക്വയർ കിട്ടും. കൊടുക്കുന്നതിനൊക്കെ സ്ക്വയർ അങ്ങനെ വരും അല്ലെ. അങ്ങനെ നമ്മൾ 0 കഴിഞ്ഞ് 1 കൊടുത്തത്, 0 സംതിങ് കൊടുത്തില്ലെങ്കിൽ അതിന്റെ സ്ക്വയർ കിട്ടും. വേറെ 0.1 0.7 0.2 ഒക്കെ 3 ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് സ്ക്വയർ. ഇത് കൊടുക്കുന്നതനുസരിച്ച് അതിന്റെ സ്ക്വയർ അങ്ങനെ കിട്ടും. 1 കൊടുത്തോണ്ട് 1 കിട്ടും. 1 സംതിങ് കൊടുത്താലോ അതിന്റെ സ്ക്വയർ കിട്ടും. പിന്നെ 1 പോയിന്റ് അപ്പുറത്ത് കൊടുത്താൽ അതിന്റെ സ്ക്വയർ കിട്ടും. സ്ക്വയറുകൾ കിട്ടും. നമ്മൾ റാൻഡം കുറച്ച് നമ്പേഴ്സേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എത്ര കൊടുത്താലും അതിന്റെ സ്ക്വയറുകളായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിന്റെ ഗ്രാഫ് വെച്ചാൽ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് വരും. ഈ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ വരും. ഓക്കെ, പോയിന്റ് കൊടുത്താൽ കറക്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഇതിങ്ങനെ പോവാണ്. ഇതിങ്ങനെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വലുതായി വലുതായി ഇങ്ങനെ പോവാണ്. -4 കൊടുത്താലോ -4 കൊടുത്താൽ അതിന്റെ സ്ക്വയർ +16 കിട്ടും. +4 കൊടുത്താൽ അതിന്റെ 16 കിട്ടും. അപ്പൊ ഇത് ഇങ്ങനെ പോകും. ഇതാണ് y f of x equal to x² ഗ്രാഫ്, പരാബോള. ഇനി ഇതിന്റെ ഡൊമൈൻ റേഞ്ച്
ഇത് ഇവിടെ നേരെ പോവാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇല്ല എന്ന് പറയാം, അങ്ങോട്ടില്ല. പക്ഷെ ഇത് ഇങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ പോകണം. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ വരച്ചാല് മുഴുവന് ഇതിങ്ങനെ ഇത് കുറച്ച് അങ്ങോട്ട് വൈഡായിട്ട് ഇങ്ങനെ പോകണം. 10 കൊടുത്താലോ 100 കിട്ടും, 20 കൊടുത്താലോ 40. എത്രയാണ് കൊടുക്കുക അതിന്റെ സ്ക്വയർ അങ്ങനെ. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് വൈഡായിട്ട് പോകും. അതുകൊണ്ട് ഇതിന്റെ ഗ്രാഫ് ഇതിന്റെ ഡൊമൈൻ എക്സിലേക്ക് വരച്ചാല് ഈ ഭാഗം എല്ലാ പോയിന്റിലേക്കും വരാം. അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ വരച്ചാൽ ഈ പോയിന്റിലേക്കൊക്കെ വരക്കാം. സോ ഡൊമൈൻ ഈക്വൽ ടു റിയൽ നമ്പർ. ഇനി റേഞ്ച് നോക്കാം. റേഞ്ച് ഇവിടുന്നൊക്കെ വൈയിലേക്ക് ഇവിടെ ഉണ്ട്. ഇവിടുന്ന് വൈയിലേക്ക് വരച്ചോക്കാം, വൈയിലേക്ക് വരച്ചോക്കാം, ഇവിടുന്നൊക്കെ വൈയിലേക്ക് വരച്ചോക്കാം. ഈ വൈ ആക്സിന്റെ ഈ ഭാഗത്തിലെ എല്ലാ പോയിന്റും വരും, ഇങ്ങോട്ട് വരില്ല. 0 മുതൽ അങ്ങോട്ട് വരും. സോ 0 മുതൽ ഇൻഫിനിറ്റി വരെ. ഇൻഫിനിറ്റി ടച്ച് ചെയ്യാൻ പറ്റൂല, ഇവിടെ 0 ടച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് 0 to ഇൻഫിനിറ്റി ആണ് അതിന്റെ റേഞ്ച്. ഓക്കെ, പോളിനോമിയൽ ഫംഗ്ഷനിൽ ഒന്ന് നമ്മൾ പറഞ്ഞു ക്വാഡ്രാറ്റിക്കൽ സ്ക്വയർ വരുന്നത്. ഇതിനടുത്ത് ക്യൂബിക് ഫംഗ്ഷൻ പറയാം, ക്യൂബ് വരുന്നത്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. എന്താണോ കൊടുക്കുക അതിന്റെ ക്യൂബ് എടുക്കുക. ഇതുവരെ സ്ക്വയർ എടുത്തില്ലേ. പറഞ്ഞ എക്സ് 0 ആണെങ്കിലോ എന്താവും അതിന്റെ എഫ് ഓഫ് 0 എന്നാല് ആ 0ന്റെ ക്യൂബ് 0. അപ്പൊ 0 കൊടുത്താൽ 0 കിട്ടും, ഒരു പോയിന്റ് ആയി. 1 കൊടുത്ത് നോക്കാം, എക്സ് ഈക്വൽ ടു 1. അപ്പൊ അതിന്റെ എഫ് 1 എന്താവും 1ന്റെ ക്യൂബ് 1 ആണ്. 2 കൊടുത്ത് നോക്കാം, എക്സ് 2 ആണല്ലോ. 2 കൊടുത്താൽ അതിന്റെ ക്യൂബ് വരും, 2ന്റെ ക്യൂബ് 8 വരും. 2 കൊടുത്താൽ 8 വരും. 3 കൊടുത്താലോ 27 ഇല്ലേ. -1 കൊടുത്താലോ അതിന്റെ ക്യൂബ് -1 ആണ്. -2 കൊടുത്താലോ അതിന്റെ ക്യൂബ് -8 കിട്ടും. 1 പോയിന്റുകൾ കൊടുത്താൽ അതിനനുസരിച്ച് അതിന്റെ ക്യൂബുകൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യാം അതിന്റെ പോയിന്റുകൾ ഇടാം. നമുക്ക് ഗ്രാഫ് കേട്ടോ. സീറോ കൊടുത്താൽ 0 കിട്ടും, 1 കൊടുത്താൽ 1 കിട്ടും. 2 കൊടുത്താൽ പിന്നെ കിട്ടുന്നത് 8 ആണ്. 2 കൊടുത്താൽ 8 ആണ് കിട്ടും. അപ്പൊ 1 പോയിന്റുകൾ കൊടുത്താൽ അതിന്റെ ക്യൂബ് അതിനനുസരിച്ച് ഇങ്ങനെ പോയിന്റുകൾ ഇങ്ങനെ വരും അല്ലെ. 2 കൊടുത്താൽ 8 കിട്ടും. ഇതാ ഇങ്ങനെ വരും, 8ലേക്കാണ് പോവാ. 2 കൊടുത്താൽ എവിടെ കിട്ടുള്ളൂ, 2ൽ നിന്ന് 8ലേക്കാണ് വരും. 3 കൊടുത്താലോ 27ലേക്ക്. അപ്പൊ ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരും. ഗ്രാഫ് ഇങ്ങനെ വരും. -1 കൊടുത്താൽ -1, -2 കൊടുത്താലോ -8. ഇതേമാതിരി -2ന് 8ലേക്ക് മാത്രം ആകുമ്പോഴാണ് ഇത് ചെറിയൊരു ചെരിവില വരും. നേരെ എങ്ങനെയല്ല ചെറുതായി. ഇത് ഇങ്ങനെ കുറച്ചാണ് പോയി ചെറിയൊരു വൈഡ് അങ്ങോട്ടുണ്ട്. ഇതങ്ങനെ ഇതിനേക്കാൾ വലിയ ദൂരം കൂടും. കണ്ടോ, അവിടെ നിങ്ങളുടെ വലിപ്പത്തിൽ ഇങ്ങനെ കൂടി വരും. ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ ചെറിയൊരു സ്ലോപ്പിൽ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് എന്ത് വരിക ഗ്രാഫ്. ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഗ്രാഫ്. കൊടുക്കുന്ന പോയിന്റിന്റെ ക്യൂബ്. ഇത് ഇങ്ങനെ കേട്ടോ. നമുക്ക് ഡൊമൈൻ റേഞ്ച് നോക്കാം. ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ വരച്ചാൽ ഈ വരക്ക് ചെറിയൊരു സ്ലോപ്പ് ചെരിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇതുവരെ അങ്ങനെ പോകുന്നുണ്ട്. 4 കൊടുത്താൽ അതിന്റെ ക്യൂബ് 64 കിട്ടും. 5 കൊടുത്താൽ 125 കിട്ടും. അതുകൊണ്ട് കൊടുക്കനുസരിച്ച് ക്യൂബുകൾ ഇങ്ങനെ കിട്ടും എല്ലാ പോയിന്റും. ഇവിടുന്ന് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ചെറിയൊരു ചെരിവിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, എല്ലാ പോയിന്റും. ഇവിടെ ഇതുണ്ടോ അതിന്റെ ക്യൂബ് ഉണ്ടോ, -4 -64 ക്യൂബാ. എല്ലാ പോയിന്റിലേക്കും നമുക്ക് വരക്കാൻ പറ്റും. അതുകൊണ്ട് ഡൊമൈൻ ഈക്വൽ ടു റിയൽ നമ്പറാണ്. റേഞ്ച് ഇതുപോലെ തന്നെ വൈയിലേക്ക് ഇങ്ങനെ വരച്ചോക്കാം. ഇതങ്ങനെ പോവുകയാണ്. ഈ ഭാഗം ഫുള്ള് വരക്കാൻ പറ്റും. അതുപോലെ അങ്ങോട്ട് വരക്കാൻ പറ്റും. ഈ വര മുഴുവനായിട്ടും പോയിന്റുകൾ ഇങ്ങനെ നടത്തി വരച്ചാൽ. സോ ഡൊമൈനും റേഞ്ചും ഒക്കെ എന്താണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ റെസിപ്രോക്കൽ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ വൈ ഈക്വൽ ടു 1/x. ഇതാണ് റെസിപ്രോക്കൽ. മറിച്ചിട 1/, ആക്കി എന്ത് കൊടുത്താലും അതിനെ 1/, എടുക്കണം. 0 കൊടുത്താൽ 1/0. ഇത് നോൺ ഡിഫൈൻഡ്, അതുകൊണ്ട് 0 കൊടുക്കാൻ പറ്റില്ല. 1 കൊടുത്താല് എക്സ് 1 ആണെങ്കിൽ 1 കൊടുത്താൽ 1/1 കിട്ടും. 1 കൊടുത്താൽ 1 കിട്ടും. 1 കൊടുത്താൽ 1 ആണ് കിട്ടും. 0 കൊടുക്കാൻ പറ്റില്ല. 2 കൊടുത്താലോ അതിന്റെ റെസിപ്രോക്കൽ കിട്ടും 1/2. 3 കൊടുത്താലോ 1/3 കിട്ടും. 4 കൊടുത്താലോ 1/4 കിട്ടും. -1 കൊടുത്താലോ അതിന്റെ റെസിപ്രോക്കൽ 1/-1 ആണ്. -2 കൊടുത്താലോ 1/-2 എന്ന് പറഞ്ഞാൽ -1/2 അങ്ങനെ കിട്ടും. പോയിന്റ് കൊടുത്താലോ അതിനനുസരിച്ച് കിട്ടും. ഇവിടെ ഒക്കെ 1/, 2 കൊടുത്തത് 0.5 ആണ്. 3 കൊടുത്ത 1/3 0.33. ഇതിനേക്കാൾ വലിയ നമ്പർ കൊടുത്താൽ
ഇത് 0.5 ആണ്, ഇത് അരയാണ്, അതിനേക്കാൾ ചെറുതാണ്, വീണ്ടും ചെറുതായി കാലായി. കണ്ടോ? കൊടുക്കുന്ന സംഖ്യ വലുതാവുകയാണെങ്കിൽ അതിന്റെ വലിയ സംഖ്യയൊക്കെ വലുതാവും തോറും റെസിപ്രോക്കൽ ഇങ്ങനെ ചെറുതാവും, ചെറുതാവും തോറും ഇത് ചെറുതായി ഇങ്ങനെ നോക്കാം, ഇതിനേക്കാൾ ചെറുതാണിത്, അതിനേക്കാൾ ചെറുതാണ്, ചെറുതാകും തോറും ഈ വാല്യൂ ഇങ്ങനെ വലുതാവും. ചെറിയ നമ്പറിന്റെ റെസിപ്രോക്കലേക്കാളും വലുത്, വലിയ നമ്പറിന്റെ ചെറുതായിരിക്കും. 1 കൊടുത്താൽ 1 ആണ്, -1 കൊടുത്താൽ -1 തന്നെ. കണ്ടോ? പിന്നെ ഇതിനേക്കാൾ ചെറുതാ, ഇവിടുന്ന് ഇതിനേക്കാൾ ചെറുതാത്താലും അതിനും ചെറുതാവും. അപ്പൊ കൊടുക്കുന്ന വാല്യൂ വലുതാകും തോറും അതിന്റെ റെസിപ്രോക്കലുകൾ ചെറുതാവും. കൊടുക്കുന്ന വാല്യൂ ചെറുതാവുകയാണെങ്കിൽ റെസിപ്രോക്കൽ ഇങ്ങനെ വലുതാവും. ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരാം. സീറോ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് 0 പോയിന്റ് നമുക്ക് ഈ ഗ്രാഫിൽ 0 സംതിങ് കൊടുക്കുക. 1 കൊടുത്താൽ 1 കൊടുക്കും അല്ലെ, 2 കൊടുത്താലോ 1/2 കൊടുത്താൽ 2 അല്ല, 2 കൊടുത്താൽ 1 അല്ല, 2 കൊടുത്താൽ 0.5. അപ്പൊ 2, ഇത് 0.5 ആണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അര, ഇവിടുന്ന് ഇങ്ങോട്ട് അര എന്ന് പറയും. 3 കൊടുത്താൽ 1/3, 3 പോകുന്നില്ല, കുറച്ചുകൂടി ഉണ്ടാവും. 4 അത്രയും ഉണ്ടാവില്ല, 5 കൊടുത്താൽ അത്രയും ഉണ്ടാവില്ല. അതായത് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ഇതിനെ തട്ടി അതിങ്ങനെ പോകും. ഓക്കെ, അതിനനുസരിച്ച് ഇവിടെ ഈ വാല്യൂ ഇതിനേക്കാൾ 0 ചെറുതാവുമ്പോ ഈ വാല്യൂ ഇങ്ങോട്ട് അടുത്ത് വരും. അതായത് ഇവ തട്ടൂല, 0 കൊടുത്താൽ 0 അവിടെ വരും, അത് തട്ടൂല. ആ y-ആക്സിമ തട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്നതിന് ഗ്രാഫ് ഇങ്ങനെ പോട്ടോ, തട്ടാതെ പോണം. ഓക്കെ, അതുപോലെ -1 കൊടുത്താൽ -1 കൊടുത്താലോ അതിനേക്കാൾ -2 കൊടുക്കുമ്പോൾ ആരെയും കിട്ടും, ഇവിടെ കിട്ടും. -2 കൊടുത്താൽ ഒന്നുകൂടി ചെറുപ്പം, ഇത് കൊടുത്താൽ ഒന്നുകൂടി ചെറുപ്പം. അതായത് ഇങ്ങനെ ഇതിന്റെ ഗ്രാഫ് ഇതിനെ തട്ടാതെ ഇങ്ങനെ ഇതൊന്നും അങ്ങനെയും പോകും, ഇങ്ങനെയും പോകും. ഇതാണ് അതിന്റെ ഗ്രാഫിന്റെ 1/x റെസിപ്രോക്കൽ. ഈ ഡൊമൈൻ നോക്കാം, റേഞ്ച് നോക്കാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിലേക്ക് വരും. ഇതങ്ങനെ രണ്ടും അങ്ങനെ പോകുന്നുണ്ട്, തട്ടാതെയാണ് പോണത്. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ വരച്ചാല് എല്ലാ പോയിന്റിലേക്കും നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റും. ഇതിന്റെ അങ്ങേ അറ്റം ഇത് തമ്മിൽ തട്ടുന്നില്ല. ഇത് തമ്മിൽ തട്ടിയിരുന്നു എങ്കിൽ ആ പോയിന്റിൽ ഇങ്ങനെ വെച്ചാൽ ഇവിടേക്ക് ചോണം. ഇവർ തമ്മിൽ തട്ടുന്നില്ല, അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ വരക്കുന്ന ഒരു വര ഒരിക്കലും ഇവിടേക്ക് വരില്ല. ഇവിടേക്ക് ഒരു വര തന്നെ എന്ത് സംഭവിക്കണം, ഈ ഗ്രാഫ് അയിമ തട്ടണം അല്ലെ. തട്ടാതെ പോകണമെങ്കിൽ അവിടുന്ന് ഒരു പോയിന്റ് അയിമ തട്ടില്ലല്ലോ, അതുകൊണ്ട് നേരെ ഇവിടേക്ക് വരും. ഇവിടുന്നൊക്കെ അങ്ങോട്ട് വരട്ടെ, എക്സിലേക്ക് വരട്ടെ. ഇവിടെ എക്സ് ഫുള്ളി പോയിന്റ് മുഴുവനായിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ തട്ടുന്നില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ പുള്ളി ഒരിക്കലും ഇവിടേക്ക് വരില്ല. ഇവിടേക്ക് ഒരു പുള്ളി വരണമെങ്കിൽ അത് ആ ഗ്രാഫ് ഇങ്ങനെ തട്ടണം, തട്ടിയാലേ ഇങ്ങനെ വരക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ഡൊമൈനിൽ ഉണ്ടാവില്ല. ഡൊമൈനിൽ എന്തുണ്ടാവും, റിയൽ നമ്പർ മുഴുവൻ ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല. ആരൊഴിവാ, സെറ്റ് 0 എന്നുള്ള എലമെന്റ് ഒഴിവാക്കാം. ഇതാണ് ഡൊമൈൻ. ഓർക്കണം, ഇതിന്റെ പേര് റെസിപ്രോക്കൽ ഫംഗ്ഷൻ. പേര് കണ്ട ഗ്രാഫ് ഓർമ്മ വരാൻ, ഗ്രാഫ് കണ്ട പേരും ഓർമ്മ. റെസിപ്രോക്കൽ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ വരാം. ഡൊമൈൻ ഈക്വൽ ടു r മൈനസ് സെറ്റ് 0 അല്ലാത്തൊക്കെ ഉണ്ടാവും. റേഞ്ചും അങ്ങനെ തന്നെയാണ്. ഇവിടുന്ന് ഇങ്ങനെ വെക്കാം. y-ആക്സിൽ എല്ലാ പോയിന്റും ഇത് ഇങ്ങനെ പോവാണ്. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് തട്ടുന്നില്ല, തട്ടിയാലേ മാത്രമേ ഇങ്ങോട്ട് വരക്കാൻ പറ്റുള്ളൂ. ഈ പോയിന്റിലേക്ക് വരക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചാലും y-ആക്സ് മുഴുവൻ തട്ടും. ഈ പോയിന്റ് തട്ടണമെങ്കിൽ ഇവിടെ തട്ടിയ പോയിന്റ് വന്നാൽ മാത്രമേ പറ്റൂ. ഇവർ തമ്മിൽ തട്ടുന്നില്ല. അതുകൊണ്ട് റേഞ്ചും ഇത് തന്നെ. റിയൽ നമ്പർ മുഴുവൻ ഇല്ല, ആരൊഴിവാണ് 0, r മൈനസ് സെറ്റ് 0. ഇതാണ് ഡൊമൈനും റേഞ്ചും ഒന്ന് തന്നെയാണ്, r മൈനസ് സെറ്റ് 0 റെസിപ്രോക്കൽ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ സൈനം ഫംഗ്ഷൻ. സൈനം അല്ലെങ്കിൽ സിഗ്നം എന്നൊക്കെ പറയും കേട്ടോ. അതിന്റെ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യും? f of x ഈക്വൽ ടു 1 if എപ്പോഴാ x ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ f of x 1 ആയിരിക്കും. if x ഈക്വൽ ടു 0, എക്സിന്റെ വാല്യൂ 0 ആണെങ്കിലോ അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ 0. എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0, നെഗറ്റീവുകളാണ് എക്സിന് എങ്കിൽ അതിന്റെ f of -1 ആയിരിക്കും. ഇതിനെങ്ങനെയും പറയാം, f of x ഈക്വൽ ടു mod x by x. എപ്പോ x 0 അല്ലാത്ത സമയത്ത് ഇങ്ങനെ പറയാം. x 0 ആകുമ്പോഴോ അതിനെ 0 എന്ന് പറയാം. രണ്ടോ തന്നെയാണ്. ഓക്കെ, ഇതിനെ സൈനം ഫംഗ്ഷൻ എന്ന് പറയും. ഇതിന്റെ ഗ്രാഫ് നമുക്ക് നോക്കാം.
കൊടുക്കുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0, ആൻസർ വൈയുടെ വാല്യൂ 1 ആയിരിക്കും. പോസിറ്റീവ് ആണ് 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, 1.7, 2.9 കൊടുത്തത് പോസിറ്റീവ് ആണ് കൊടുക്കണമെങ്കിൽ ഇത് 1 തന്നെയായിരിക്കും. നെഗറ്റീവുകളാണ് -1, -2, -3, -9. നെഗറ്റീവുകളാണ് കൊടുക്കുന്നത് എങ്കിൽ -1 ആണ് എപ്പോഴും കിട്ടുക. 0 ആണ് കൊടുക്കണമെങ്കിൽ മാത്രം 0. കണ്ടോ, പോസിറ്റീവ് കൊടുത്താൽ +1 ആണ് കിട്ടുക, നെഗറ്റീവ് കൊടുത്താലും -1 ആണ് കിട്ടുക. നെഗറ്റീവ് എത്ര കൊടുക്കുക? -50 കൊടുത്താലോ -1, -66 -1, -2 കൊടുത്താലോ -1. മൈനസിൽ ഏത് കൊടുത്താലും കിട്ടുന്നത് -1, +1 ആയിരിക്കും. പോസിറ്റീവ് എത്ര കൊടുത്താലും കിട്ടുന്നത് +1 ആയിരിക്കും. 1കള് അല്ലെങ്കിൽ -1കള് ഒരു സമയത്ത് 0. ഇതാണ് ഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ഗ്രാഫ് നോക്കാം. ദാ 1 കൊടുത്താല് 1, 2 കൊടുത്താല് 1, 3 കൊടുത്താല് 1, 1 പോയിന്റ് എത്ര കൊടുത്താലും 1, 1 പോയിന്റ് എത്ര കൊടുത്താലും 1, 1, 2 കൊടുത്താലും 1, 2 പോയിന്റുകൾ കൊടുത്താലൊക്കെ 1 തന്നെ. ഇത് ഇങ്ങനെ 0 പോയിന്റുകൾ ഇവിടുന്ന് ഇങ്ങനെയല്ലേ പോസിറ്റീവ്, 1 തൊട്ട് പുറത്ത് ഇതൊക്കെ പോസിറ്റീവാണ്. ഇത് കൊടുത്താലും 1, ഇത് കൊടുത്താലും 1 തന്നെ. 0 കൊടുത്താലും 1 അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. 0 കൊടുത്താൽ 1 ആണെങ്കിൽ നമുക്ക് ഇതാണ് പോയിന്റ്. പക്ഷെ 0 കൊടുത്താൽ എന്താ കിട്ടുക? 0 ആണ്. അതുകൊണ്ട് ഇവിടെയാണ് പോയിന്റ്. ഇവിടെ ആ പോയിന്റ് ഇല്ല, അവിടെ ചെറിയൊരു ഹോൾ കൊടുക്കും. ആ പുള്ളി ഇല്ല, അത് മാത്രം ഇവിടേക്ക് ചാടും. ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കണം ഒക്കെ 1ലേക്ക് നിൽക്കും. അതുകൊണ്ട് ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരും. കഴിഞ്ഞിട്ടില്ല, ഇത് അങ്ങനെ പോവാണ്. ഇതാണ് പോസിറ്റീവിന്റെ കഥ. മൈനസിൽ ഏതെങ്കിലും വാല്യൂ കൊടുത്താലോ -1 ചാടും. മൈനസ് തൊട്ടിപ്പുറത്ത് കൊടുത്താലും -1 കൊടുത്താലും -1, -2 കൊടുത്താലും -1, -3 കൊടുത്താലും ഏത് കൊടുത്താലും -1. കണ്ടാ, -1 ഇങ്ങനെ -1 കൊടുത്താലും -1 ആണ്. -0 കൊടുത്താലും -1 ആണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് പറയാം. പക്ഷെ 0 കൊടുത്താൽ -1 അല്ല. അതുകൊണ്ട് 0 -1 ഇതിലില്ല. 0 കൊടുത്ത 0 അല്ലേ, അത് അവിടെ ഉണ്ട്. അവിടെ ഈ ഒരു പോയിന്റ് ഫ്രീ ആണ് കേട്ടോ. 0 - എന്നുള്ള പോയിന്റ് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് വരും. ഇതിന്റെ ഗ്രാഫ് ശ്രദ്ധിക്കണം. 1ലൂടെ അങ്ങനെ അങ്ങോട്ട് പോകും, -1ലൂടെ ഇങ്ങനെ ഇങ്ങോട്ടും വരും. ഇവിടെ തട്ടിയിട്ടില്ല, ഇവിടെ ഇല്ല. ആ ഒരു പുള്ളി ഇവിടേക്ക് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? സൈനം ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇതിന്റെ ഡൊമൈൻ റേഞ്ച് നോക്കാം. ഡൊമൈൻ ഈക്വൽ ടു ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചാൽ, എക്സിലേക്ക് വരച്ചാൽ അങ്ങനെ പോവാണ്. എല്ലാ പോയിന്റിലേക്കും നമുക്ക് ഇങ്ങനെ ചാടും. ഇതുകൊണ്ട് എല്ലാ പോയിന്റും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പോയിന്റ് ഇല്ല, അതുകൊണ്ട് ഇവിടേക്ക് തട്ടൂല. പക്ഷെ ഇവിടെ ഓൾറെഡി പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് അവിടെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാലൊക്കെ നമുക്ക് എന്താ ഈ ലൈന് ഫുള്ള് കിട്ടും അല്ലെ. സോ ഡൊമൈൻ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് നോക്കാം. ഇതിൽ ഏത് പോയിന്റൊന്നും വൈയിലേക്ക് വെച്ച് നോക്കാം. എവിടേക്കാ ചെല്ലാം? വൈയിലേക്ക് വെച്ചാൽ അത് ഈ വരുന്ന ഇവിടേക്ക് തട്ടും. ഇവിടുന്ന് വരച്ചാലും ഇവിടെ ഈ പോയിന്റിലേക്ക് മാറും. ഇവിടുന്ന് വരച്ചാലോ ഇവിടേക്ക് മാറും. ഇവിടെ പിന്നെ ഇത് ഗ്രാഫിലെ പോയിന്റ് ആണ്, അതുകൊണ്ട് ഈ പോയിന്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്, ഈ 3 കിട്ടും. -1 കിട്ടും, 0 കിട്ടും, +1. ഈ 3 എന്തുണ്ടാവുള്ളൂ? അതിന്റെ റേഞ്ചിൽ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഡൊമൈന് റിയൽ നമ്പർ മുഴുവനുണ്ട്. റേഞ്ചോ -1 അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ +1. ഇത് 3 ആണ് അതിന്റെ റേഞ്ചിൽ ഉണ്ടാവുക. ഓക്കെ, സൈൻ നമ്പർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. എന്റെ ഗ്രാഫാണ് പറയുന്നത്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ f(x) ഈക്വൽ ടു ഇങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ കേട്ടോ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ മോഡുലസ് ഇങ്ങനെ വരും അല്ലെ. ഇത് മോഡുലസ് നിങ്ങളുടെ ക്ലോസ് ചെയ്യാം. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ. ഓക്കെ, അപ്പൊ അതിന് മുമ്പ് എന്താണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ നോക്കാം. റിയൽ ലൈനിലേക്ക് നോക്കുക. 0, 1, 2, 3, 4 അല്ലെ. -1, -2, -3, -4 അങ്ങനെ പോകുന്നുണ്ട്. ഒരു നമ്പറിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്ന് പറഞ്ഞാൽ അതോ അതിന് താഴെ വരുന്നതോ ആയി, തൊട്ട് താഴെ വരുന്നത്. ഇത് ഇന്റിജർ ആണെങ്കിൽ പിന്നെ അതിനാണ് ആൻസർ. ഇന്റിജർ അല്ല എങ്കിൽ 4.3 അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ. എവിടെ 4.3?
4 ഇത് 5 ആണ് 4 ഇവിടെ എത്താം. അത് ഇന്റിജർ അല്ല, ഇതൊരു ഇന്റിജർ അല്ല എങ്കിൽ ആ 4.3ന്റെ തൊട്ട് താഴെ വരുന്ന ഫസ്റ്റ് കാണുന്ന ഇന്റിജർ ഏതാ? അതാണ് ഇവിടെ വരുന്ന എപ്പോഴും ഇന്റിജർ ആയിരിക്കും. 4.3 ഇവിടെയാണ്, അതിന്റെ താഴോട്ട് ആലോചിക്കും, ഇപ്പൊ അധികം താഴേക്ക് അങ്ങോട്ടാകുമ്പോ കൂടും. ഇതിന് താഴെ വരുന്ന ഇന്റിജർ ഏതാ? അടുത്ത് വരുന്ന 4 അല്ലേ? സോ അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ 4 ആണ്. 1.9 അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ 1.9 ഉണ്ട്, അത് 1 ഇത് 2. 1.9 ഇവിടെ വരും. ഇതിന് താഴെ വരുന്ന അങ്ങോട്ട് അല്ല ഇങ്ങോട്ട്, ഇതിന്റെ താഴേക്ക് ഇങ്ങനെ നോക്കിയാൽ വരുന്ന ഫസ്റ്റ് കാണുന്ന ഇന്റിജർ ഏതാ? 1 ആണ്. 0.73 ഗ്രേറ്റസ്റ്റ് ഇന്റിജർ, ഇത് 0.5 73 ഇവിടെ വരും. ഇതിന് താഴേക്ക് വരുന്ന ഇതാ ഇന്റിജർ 0 അല്ലേ? 33ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജറോ? അത് ഓൾറെഡി ഇന്റിജർ ആണ്, അതുകൊണ്ട് അതന്നെ. ഇന്റിജർ ആണ് എങ്കിൽ അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ അതന്നെയാണ്. ഇന്റിജർ അല്ല എങ്കിൽ പോയിന്റ് വരികയാണെങ്കിൽ അതിന്റെ താഴോട്ട് വരുന്ന ഏറ്റവും ആദ്യം കാണുന്ന ഇന്റിജർ. ഓക്കെ, ഇവിടെ പോയിന്റ് ഒഴിവാക്കിയാൽ മതി. പോസിറ്റീവ് ആണെങ്കിൽ സിമ്പിളാ, ഇതിനുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ പോയിന്റ് ഒഴിവാക്കുക. പക്ഷെ നെഗറ്റീവ് ആകുമ്പോൾ -1.2ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ആണ്. -1.2 ഇത് 0, ഇത് -1, ഇത് -2. -1.2 അറിയുമ്പോ ഇതാ ഇവിടെ -1.2. ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്ന് പറഞ്ഞാല് ആ പോയിന്റ് ഒഴിവാക്കി -1 എഴുതിയാൽ പോരാ, ഇതിന്റെ താഴോട്ട് വരും, ഇങ്ങോട്ട് അങ്ങോട്ട് കൂടണം. വലുതുഭാഗം വലുതാവും, ഇടതുഭാഗം ചെറുതാണ്. ഇതിന്റെ താഴോട്ട് വരുന്നത് നോക്കുക. ഇതിൽ ആദ്യം കാണുന്ന ഇന്റിജർ ഏതാ? ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ -0.5 അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ. 0.5 ആണെങ്കിൽ ഇവിടെ വരും, അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഇതാണ് അല്ലെ? ആ പോയിന്റ് ഒഴിവാക്കിയാൽ മതി. എന്നാൽ -0.5ന്റെ ശ്രമിക്കണം. -0 ഇതാ 0, ഇത് പിന്നെ -1, ഇതാണ് -0.5. ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ഒഴിവാക്കിയാൽ പോരാ, ഇതിനെ താഴോട്ട് വരാ. ഇതാ ഏത് വരാ? -1 ആണ്. പോസിറ്റീവുകളാണെങ്കിൽ ആ പോയിന്റ് ഒഴിവാക്കിയാൽ മതി. നെഗറ്റീവുകളാണെങ്കിൽ ഒന്നുകൂടെ അങ്ങോട്ട് വരണം, നെഗറ്റീവ് ആകുമ്പോൾ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ എന്ത് കൊടുത്താലും അതിനെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ആയിട്ട് തരും, അതാണ് നമ്മളെ ഫംഗ്ഷൻ. അപ്പൊ 0 കൊടുത്താൽ 0ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ആണ് നമുക്ക് എന്ത് തരാം? 1 കൊടുത്താൽ 1 തന്നെ, 2 കൊടുത്താൽ 2 തന്നെ, 3 കൊടുത്താൽ 3 തന്നെയാണ്. അതാണ് നമ്മളെ പോയിന്റ് തരാം. -1 കൊടുത്താലോ അതന്നെ, -2 കൊടുത്താലോ -2 തന്നെ. എന്നാൽ 1.2 കൊടുത്താലോ 1.2 കൊടുത്താൽ എന്താ കിട്ടുക? അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ പോസിറ്റീവ് അല്ലേ, പോയിന്റ് ഒഴിവാക്കിയാൽ മതി. 2.9 കൊടുത്താലോ അപ്പൊ 2 കിട്ടും. 3.41 കൊടുത്താലോ അപ്പൊ 3 കിട്ടും. -2.5 കൊടുത്താലോ അപ്പൊ -2 അല്ലേ കിട്ടുക, -3 ആണ്. -9.1 കൊടുത്താലോ -9 അല്ല -10. എന്താണോ കൊടുക്കുക അതിന് തൊട്ട് താഴെ വരുന്ന ഗ്രേറ്റസ്റ്റ് ഇന്റിജർ നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ആയിരിക്കും. ഓക്കെ, 1 കൊടുത്താൽ 1 ആണ്. സോ 1 1 പോയിന്റുകൾ എത്ര കൊടുത്താലും 1. 1.1 കൊടുത്താലോ 1, 1.2 1.11 ഏത് കൊടുത്താലും 1 ആണ്. ഇവിടെ 1 പോയിന്റുകൾ എത്ര കൊടുത്താലും 1 ആണ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ വരും. 2 കൊടുത്താലോ 1 അല്ല, 2 കൊടുത്താൽ 1 ആണോ? അല്ല, 2 കൊടുത്താൽ 2. അപ്പൊ ഇവിടെ 2 1 ഇല്ല, ആ പോയിന്റ് നേരെ അങ്ങോട്ട് കൊടുക്കും. 2 കൊടുത്താൽ 2 അല്ലെ? 1 കൊടുത്താൽ 1 ആണ്. ഇവിടുന്ന് ഇവിടെ വരെ ഉണ്ടാവും, എല്ലാ പോയിന്റും ഉണ്ടാവും. ഇവിടെ ചെറിയൊരു ഹോൾ, ഇതേതാ? ഇത് 2 1 ആണ്. 2 1 ഗ്രാഫിലില്ല, അതുകൊണ്ട് ഈ പോയിന്റ് ഇവിടെ അല്ല, അവിടെ ചെറിയ ഹോൾ ഉണ്ട്. ആ പോയിന്റ് നേരെ കയറി. ഇനി 2 പോയിന്റുകൾ ഏത് കൊടുത്താലും 2 ആണ്. 2.1 2.7 2.22 ഏത് കൊടുത്താലും 2 ആണ്. കണ്ടോ? അങ്ങനെ വന്ന് 3 കൊടുത്താലോ 2 അല്ല, 3 കൊടുത്താൽ 2 ആണെങ്കിൽ ഇവിടെ വരും അല്ലെ? 3 കൊടുത്താൽ 3 ആണ്, 3 അപ്പൊ 3 കൊടുത്താൽ 2 അല്ല. അപ്പൊ 3ക്ക് നേരെ വരുമ്പോ ചെറിയൊരു ഹോൾ കൊടുക്കുക, ആ പോയിന്റ് ഇല്ല. പകരം ആ പോയിന്റ് എങ്ങോട്ട് വരും? 3 പോകും അല്ലെ? 3 ഇവിടെ വരും. അപ്പൊ 3 പോയിന്റുകൾ ഇങ്ങനെ ഉണ്ടാവും ആ ഗ്രാഫിൽ. കണ്ടോ? 3 ഈ 3 പോയിന്റുകൾ കൊടുത്താലോ അതങ്ങനെ വന്ന് 4 കൊടുത്താൽ 3 അല്ല, 4 കൊടുത്താൽ 4ലേക്ക് ചാടും. അപ്പൊ 4 വരെ നമുക്ക് പോയിന്റ് ഉണ്ടാവും. ഈ പോയിന്റ് ഇവിടെ ഒഴിവാണ്, ഈ പോയിന്റുകൾ കണ്ടോ? ഇതിങ്ങനെ പോകും. 5 കൊടുത്താല് 4 പോയിന്റ് സംതിങ്, 5 കൊടുത്താൽ 4 അല്ല, 5 കൊടുത്താല് 5ലേക്ക് ചാടും. അപ്പൊ ഇങ്ങനെ വരും. കണ്ടോ? ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പിലേക്ക് പോകും. 0 കൊടുത്താലോ 0 പോയിന്റ് സംതിങ് കൊടുത്താലൊക്കെ 0 ആണ്, ഇതൊക്കെ 0. ഈ പോയിന്റ് ഉണ്ട്. 1 കൊടുത്താലും 0 ആണെങ്കിൽ നമുക്ക് 1 0 ഇവിടെ പറയാം. പക്ഷെ 1 കൊടുത്താൽ 0 അല്ല, അതുകൊണ്ട് 1 കൊടുത്താൽ ഈ പോയിന്റ് ഇല്ല കേട്ടോ. അത്രയും കഴിഞ്ഞു. ഈ ഒരു സാധനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. -0 പോയിന്റുകൾ കൊടുത്താൽ നേരെ പിടിക്ക് ചാടി. -0 പോയിന്റുകൾ പിടിക്കുക,
-1 എടുത്താലോ അപ്പോഴും -1 ആണ്. അപ്പൊ ഈ പോയിന്റുകൾ ഉണ്ടാവും. ഇവിടെ ഇല്ല, ഇവിടുത്തെ പോയിന്റ് ഇങ്ങോട്ട് കയറി കേട്ടോ. പിന്നെ -1 ആണ് -1 പോയിന്റുകൾ വന്നാൽ ഉടനെ അത് പിടിപ്പിച്ചോളും. ഇങ്ങനെ വന്ന് ഈ ഷേപ്പിൽ. -2 കൊടുത്താലോ ഇവിടെ ഉണ്ടാവും. -2 കൊടുത്താൽ -2 വരെ അല്ലേ. -1 എടുത്താൽ എന്താ -1 ആണ്. -1 കൊടുത്താൽ ഈ പോയിന്റ് ഇല്ല. ഇതേതാ, ഇത് -1 -2 ആണ്. -1 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടാ, -1 തന്നെ കിട്ടുക. അപ്പൊ ഈ പോയിന്റ് ഉണ്ട്, പകരം ഈ പോയിന്റ് ഇല്ല. പിന്നെ ഇതിനെ നേരെ താഴോട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് എന്ത്, സിഗ്നം ഫംഗ്ഷൻ. ഓക്കെ, ഇതിന്റെ ഡൊമൈൻ റേഞ്ച് നോക്കാം. ഡൊമൈൻ ഈക്വൽ ടു ഡൊമൈൻ എക്സിലേക്ക് വരാം. ഇവിടുന്നൊക്കെ ഇവിടേക്ക് വരട്ടെ. ഈ പോയിന്റിൽ അപ്പോഴും ഇങ്ങോട്ട് വരില്ല, പക്ഷെ ഈ പോയിന്റ് ഇങ്ങോട്ട് ചാടും. ഈ പോയിന്റുകളൊക്കെ നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റും. ഇവിടെ ഇങ്ങോട്ട് ചാടൂല, ഇവിടെ പോയിന്റ് ഇല്ല, ചാടൂല. പക്ഷെ ഈ പോയിന്റ് ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് ഇവിടേക്ക് വരും എന്ന് പറഞ്ഞാൽ അത് അവിടെ ഓൾറെഡി ഉണ്ട്. ഇത് മുഴുവന് നമുക്ക് ഇങ്ങനെ വരച്ച് തീർക്കാൻ പറ്റും. ഡൊമൈൻ ഈക്വൽ ടു മുഴുവൻ, ഡൊമൈൻ ഈക്വൽ ടു റിയൽ. ഓക്കെ, പക്ഷെ റേഞ്ച് നോക്കാം. ഇവിടെ പോയിന്റുകളൊക്കെ എടുക്കുക, ഇവിടുത്തെ പോയിന്റുകളൊക്കെ എടുക്കുക, ഇവിടേക്ക് വരിക 0 ആയിരിക്കും അല്ലെ. ഇവിടുത്തെ പോയിന്റ് ഇവിടുന്ന് ഒക്കെ ഇങ്ങോട്ട് അടിച്ചാൽ ഇവിടേക്ക് വരിക, ഇവിടുന്ന് ഇങ്ങനെ അടിച്ചാൽ ഇവിടേക്ക് വരിക, ഇവിടുന്ന് ഇങ്ങനെ അടിച്ചാൽ ഇവിടേക്ക് വരിക. ഇവിടേക്ക് വരുന്ന ആരുമില്ല. ഈ ഗ്രാഫ് ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് എവിടെ വെച്ചാൽ ഇവിടേക്ക് വരും. ഇവിടെ ഗ്രാഫ് ഉള്ളൂ, ഇത് ഇങ്ങോട്ട് വെച്ചാൽ ഇവിടേക്ക് വരാം. 0യിലേക്ക് വരാം. പിന്നെ ഇവിടുന്ന് എങ്ങോട്ട് വെച്ചോക്കാം, ഇവിടേക്ക് വരാം. ഇവിടുന്ന് ഏത് പോയിന്റ് ഇവിടേക്ക് വരും. ഇവിടേക്കും ഇങ്ങനെ പ്രത്യേക പോയിന്റുകളിലേക്ക് മാത്രമേ വരും. 1ലേക്ക് 2ലേക്ക് 3ലേക്ക് 4ലേക്കാണ്. അതേമാതിരി 0ലേക്ക് 1 2 3 എന്ന് പറഞ്ഞാല് 1 2 3 എക്സെട്ര ആ പോയിന്റ് -1 -2 -3 ഇങ്ങോട്ട് 0. അതായത് ഇന്റിജർ ആണ്. സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. നാച്ചുറൽ നമ്പർ ഇതാ വന്നിട്ട് ഇന്റിജർ എന്ന് പറഞ്ഞാൽ -3 ഇങ്ങനെ പോരും അല്ലെ. -3 -2 -1 0 1 2 3 എക്സെട്ര. ഇതാണ് അതിന്റെ റേഞ്ച്. സൈനം ഫംഗ്ഷന്റെ ഡൊമൈന് ഫുൾ റിയൽ നമ്പർ ആണ്. റേഞ്ച് സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. ഓക്കെ, ക്യാപിറ്റൽ Z ഇട്ടാലും മതി. ഓക്കെ, നമ്മൾ മോഡ് എക്സിന്റെ ഗ്രാഫ് വരച്ചു അല്ലെ. മോഡ് എക്സിന്റെ പഠിച്ചു, മൈനസ് മോഡ് എക്സിന്റെ പഠിച്ചു അല്ലെ. ഇനി ഇതാ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ mod x plus 1. ഓക്കെ, mod x then plus 1 ഗ്രാഫ് നോക്കാം. 0 കൊടുത്തു നോക്കാം നമുക്ക് y. അപ്പൊ f of 0 എന്ത് വരും, mod 0 plus 1. എന്താ mod 0 0 0 plus 1 പറഞ്ഞാൽ 1 അല്ലെ. അപ്പൊ 0 കൊടുത്താൽ 1 കിട്ടും. x ന് 1 കൊടുത്തു നോക്കാം. ഇവിടെ 1 കൊടുത്തു നോക്കാം. ഇപ്പൊ f of 1 equal to mod 1 plus 1. mod 1 എന്താ 1 plus 1 2. അപ്പൊ 1 കൊടുത്താൽ 2. 2 കൊടുത്തു നോക്കാം. 2 കൊടുത്താലോ mod 2 plus 2. mod 2 പറഞ്ഞാൽ 2 അല്ലേ. 2 plus 1 വരുമ്പോ 3. 3 കൊടുത്തു നോക്കാം. അതിനെ മോഡുലസ് എടുക്കാം, ഒന്ന് കൂട്ടും. മോഡുലസ് എടുക്കാം, ഒന്ന് കൂട്ടും. അതിന്റെ മോഡുലസ് 3 തന്നെ. അതൊക്കെ ഒന്ന് കൂട്ടുമ്പോ 4 കിട്ടും അല്ലെ. 4 കൊടുത്തു നോക്കാം. അപ്പൊ 5 കിട്ടും. -1 കൊടുത്തു നോക്കാം. അതിന്റെ മോഡുലസ് എടുത്തുന്ന സമയത്ത് -1ന്റെ മോഡ് +1 ആവും. ദെൻ +1 ചെയ്യണം. അപ്പൊ +2 അല്ലെ. -2 കൊടുത്തു നോക്കാം. +2 ആണ്. -2 കൊടുത്താൽ മോഡ് -2 എത്ര, അത് +2 ആയി. പിന്നെ ഒന്നും കൂടി കൂട്ടും. -3 കൊടുത്തു. 3 കൊടുക്കണ വരെ തന്നെ. ഏത് കൊടുത്താലും മോഡുലസ് എടുക്കുമ്പോൾ എന്താവും, മോഡുലസ് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആകുമല്ലോ അല്ലെ, നോൺ സീറോ ആകുമല്ലോ. 0 കൊടുക്കും, 0 ആകും. അതിക്ക് ഒന്നും കൂട്ടുമ്പോൾ എന്താ, ഇത് പോസിറ്റീവ് ആയപ്പോ 3ക്ക് ഒന്ന് കൂട്ടിയ 4. ഇതാണ് പോയിന്റ്. നോക്കാം കേട്ടോ. പോയിന്റ് കണ്ടിട്ട് നമുക്ക് ഗ്രാഫ് 0 0 ഇല്ല, 0 1 ആണ്. ഇതാണ് 0 1. ഓക്കെ, പിന്നെ 1 2 എക്സിന് 1 കൊടുത്ത വൈക്ക് 2. 2 കൊടുത്താ 3 കൂട്ടും. എത്രയാണ് അതിക്ക് ഒന്ന് കൂട്ടും അല്ലെ. 3 കൊടുത്താലോ 4. -1 കൊടുത്താലോ അപ്പോഴും 2. -2 കൊടുത്താലോ 3. -2 കൊടുത്താലോ 4. മോഡ് എക്സിന്റെ ഗ്രാഫ് ഓർമ്മ നമുക്ക്. എന്താ മോഡ് എക്സിന്റെ ഗ്രാഫ്, ഇങ്ങനെയായിരുന്നു മോഡ് എക്സിന്റെ ഗ്രാഫ് അല്ലെ. മൈനസ് മോഡ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയുമായിരുന്നു. ഇത് മോഡ് എക്സ് +1ന്റെ ഗ്രാഫാണ്. അപ്പൊ ഇത് തന്നെയാണ് ഗ്രാഫ്. പക്ഷെ ആ ഗ്രാഫ് 0 എന്നല്ല പോവാ, ആ ഗ്രാഫ് 1 എന്ന് വി ഷേപ്പിലാണ് മോഡ് എക്സിന്റെ ഗ്രാഫ്. വി ഷേപ്പ് എന്താ തിരിച്ചു വെച്ചതാണ് എന്ത്, മൈനസ് മോഡ് എക്സിന്റെ ഗ്രാഫ്. മോഡ് എക്സ് +1ന്റെ ഗ്രാഫ് പറഞ്ഞാൽ +1 അല്ലേ. അപ്പൊ ഒന്നാണ് കൂടും, ഒന്ന് കൂടും പറഞ്ഞാൽ 1 എന്നാണ് ഗ്രാഫ് വരിക. 1 എന്ന് വരും നമ്മളെ ഗ്രാഫ്. വി ഷേപ്പ് തന്നെയാണ് കണ്ടോ, വിയുടെ ഷേപ്പിൽ തന്നെയാണ് നിന്ന് ഗ്രാഫ്. ഈ തട്ടിന്റെ എവിടുന്ന പോണത് 1ൽ നിന്നാണ്. മോഡ് എക്സ് +2 ആയിരുന്നെങ്കിലോ അപ്പൊ ഇവിടുന്ന് ആയിരിക്കും വരും അല്ലെ. മോഡ് എക്സ് -3 ആണെങ്കിലോ -3 വരെയായിരിക്കും അല്ലെ. നമുക്ക് നോക്കാം. ഇതാ ഡൊമൈൻ റേഞ്ച്. ഇതങ്ങനെ പോവാണ്. ഇവിടുന്ന് എക്സിലേക്ക് വരച്ചാൽ എല്ലാ പോയിന്റിലേക്കും വരും. അപ്പൊ ഡൊമൈനിൽ കുറയാണ് റേഞ്ച്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരച്ചോക്കാം.
ഇങ്ങോട്ട് വെച്ചോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോയിന്റിലേക്ക് നിങ്ങൾക്ക് വരക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഗ്രാഫില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല, ഇവിടെ ഇങ്ങോട്ട് വരില്ല. 1 മുതൽ ഇൻഫിനിറ്റി വരെ 1ൽ തട്ടുന്നുണ്ട്, അതുകൊണ്ട് ക്ലോസ്. ഇൻഫിനിറ്റിയിൽ റീച്ച് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഓപ്പൺ. 1 to ഇൻഫിനിറ്റി ആണ് അതിന്റെ റേഞ്ച്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. f of x ഈക്വൽ ടു mod x മൈനസ് 1 അല്ലെ? ഗ്രാഫ് നോക്കാം, പോയിന്റുകൾ കണ്ടുപിടിക്കാം. 0 കൊടുത്തോ. x 0 എന്ന് സമീപിക്കും. മോഡ് 0 മൈനസ് 1. മോഡ് 0 0 ആണ്. 0 മൈനസ് 1 ആകുമ്പോൾ മൈനസ് 1 ഉണ്ട് അല്ലെ? 1 കൊടുക്കുന്ന സമീപിക്കും. മോഡ് 1 മൈനസ് 1. 1 മൈനസ് 1 0 കൊടുക്കും. 2 എടുത്ത് നോക്കാം. അതിന് മോഡുലേസ് എടുക്കാം. മോഡുലേസ് എടുക്കാൻ 1 കൊടുക്കാം. മോഡുലേസ് എടുത്താൽ എന്താ കിട്ടുക? 2 തന്നെ. അതിനൊന്ന് കുറച്ചാലോ 1. 3 എടുത്ത് നോക്കാം. മോഡുലേസ് എടുത്താൽ 3 തന്നെ അല്ലേ? ഇതൊന്ന് കുറച്ചാലോ. ഇനി മൈനസ് 1 ഉണ്ട് കേട്ടോ. മൈനസ് 1 മൈനസ് 2 മൈനസ് 2. മൈനസ് 1 എടുത്താൽ എന്താ സംഭവിക്കും? അതിന്റെ മോഡുലേസ് 1 ആയി മാറും. പിന്നെ അതിനൊന്ന് കൊടുക്കുമ്പോ 1 മൈനസ് 1 0 ആയി. മൈനസ് 2 കൊടുത്താലോ അതിന്റെ മോഡുലേസ് പ്ലസ് 2 ആകും. പിന്നെ അതിനൊന്ന് കുറച്ചാലോ 1 തന്നെ കിട്ടും. അതായത് 2 കൊടുത്താലും മൈനസ് 2 കൊടുത്താലും 1 കിട്ടും. 1 കൊടുത്താലും മൈനസ് 1 കിട്ടും. 0 കൊടുത്താൽ 3 കൊടുത്താലും മൈനസ് 3 കൊടുത്താലും ഒക്കെ 2 തന്നെയാണ്. ഗ്രാഫോ 0 0 ഇല്ല, 0 മൈനസ് 1 ആണ്. ഏതാ 0 മൈനസ് 1? x 0 y മൈനസ് ഇതാണ് 0 മൈനസ് 1 0 ഇതാണ് 1 0. 2 1 x 2 ആകുമ്പോ y 1. 3 കൊടുക്കുമ്പോ 2, 3 കൊടുക്കുമ്പോ 2 അല്ലെ? മൈനസ് 1 എടുത്താലോ x മൈനസ് 1 എടുത്താലോ അപ്പൊ y 0 മൈനസ് 1 0. മൈനസ് 2 എടുത്താലോ അപ്പൊ 1. മൈനസ് 2 എടുത്താലോ ബി ഷേപ്പ് തന്നെയാണ്. നേരത്തെ ബി ഷേപ്പ് നമ്മൾ നേരത്തെ ചെയ്ത വെച്ച് മോഡ് എക്സ് പ്ലസ് 1ന്റെ ഗ്രാഫ് 1 എന്നാണ് ബി ഷേപ്പ്. ഇത് മോഡ് എക്സ് മൈനസ് 1 ആണ്. അപ്പൊ അതിന്റെ ഗ്രാഫ് മൈനസ് 1 എന്ന് ബി ഷേപ്പ്, മൈനസ് 1 എന്ന് ബി ഷേപ്പ്. ഓക്കെ, അതിന്റെ ഗ്രാഫ് കേട്ടോ. ഡൊമൈന് ഫുൾ റിയൽ നമ്പർ ആണ് ഇവിടെ. റേഞ്ച് ഇതങ്ങനെ ഈ ടീം ഫുള്ളാണ്. ഇവിടുന്ന് ഇവിടെ ഏതാ -1 to -1 ക്ലോസ്ഡ് ആണ്, ഇൻഫിനിറ്റി ഓപ്പൺ ആണ്. ഇതാണ് റേഞ്ച് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x ഈക്വൽ ടു 3x plus 5. 3x plus 5 ആണ് ഗ്രാഫ്. നോക്കാം നമുക്ക് കേട്ടോ. എക്സിന് 0 എടുത്ത് നോക്കാം. അപ്പൊ അതിന്റെ എഫ് ഓഫ് എന്താ കിട്ടുക? 3 into 0 plus 5. 3 into 0 0 ആണ്, പ്ലസ് 5 ആകുമ്പോൾ 5 അല്ലെ? അപ്പൊ 0 കൊടുത്താലും 5 1 എടുത്ത് നോക്കാം. അപ്പൊ എന്താ സംഭവിക്കുക? എഫ് ഓഫ് 1 3 into 1 plus 5. 3 into 1 3 ആണ്. 3 plus 5 8 കിട്ടും. 1 കൊടുത്താല് 8. 2 കൊടുത്താൽ എന്താ സംഭവിക്കുക? 2 കൊടുത്താൽ അതിനെ 3 കൊണ്ട് ഗുണിക്കാം. 3 കൊണ്ട് ഗുണിക്കാം 5 കൂട്ടാം. 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര ആയിട്ട്? 6. 6 plus 5 11 അല്ലെ? 3 കൊടുത്താലോ 3 into 3 9 plus 5 അല്ലെ? 9 plus 5 14. മൈനസ് 1 കൊടുത്തു നോക്കാം. വലിയ നമ്പറിലേക്ക് പോകണം. മൈനസ് 1 കൊടുത്താലോ അപ്പൊ 3 into -1 എന്ന് പറഞ്ഞാൽ -3 plus 5 എത്രയില്ല? പ്ലസ് 2. മൈനസ് 2 കൊടുത്താലോ -2 കൊടുത്താൽ ഇത് -2 into 3 -6 plus 5. -6 plus 5 എന്തില്ല? -1 ആണ്. 0 കൊടുത്തില്ലേ? പോയിന്റുകൾ കൊടുത്തില്ലേ? പോയിന്റുകൾ കൊടുത്താൽ ഡെസിമൽസ് കൊടുത്താൽ അതിനനുസരിച്ച് കിട്ടും. നമുക്ക് കുറച്ച് പോയിന്റ് കിട്ടിക്കും മതി. എന്നെ ഗ്രാഫ് ഒക്കെ വരച്ചു. 0 കൊടുത്താൽ 5 ആണ്. സോ 0 5 0 5 ഡബിൾ 0 5 കേട്ടോ. ഇതാണ് 0 5. 1 കൊടുത്ത 8 കിട്ടും. 1 കൊടുത്ത 8 ആണ് കിട്ടുക. അവിടെ ഒരുപാട് ഹൈറ്റ് അല്ലേ? 2 കൊടുത്താൽ 11 ആണ് കിട്ടുക. നമുക്ക് -1 കൊടുത്തേക്കാം. -1 കൊടുത്താൽ 2 കിട്ടും. -1 കൊടുത്താൽ 2 കിട്ടാം. -2 കൊടുത്തു നോക്കാം. അപ്പൊ -1 കിട്ടും. ഇത് കിട്ടും, ഇവിടെ കിട്ടും പോയിന്റ്. നമ്മൾ ഇത് പറഞ്ഞു, അത് പറഞ്ഞു, ഇത് ഇങ്ങനെ പോകും. അത് ഗ്രാഫ് ഇങ്ങനെ കിട്ടാം, ഇങ്ങനെ കിട്ടാം. ഗ്രാഫ് ഒറ്റ ലൈനാണ്. ഇതിന് ഗ്രാഫ് ഒരു വരിയായിട്ട് ഇങ്ങനെ വരും. ഇതാണ് ഗ്രാഫ്. 3x plus 5ന്റെ ഗ്രാഫ്. ഇതിങ്ങനെ അവസാനിക്കില്ല, അങ്ങനെ പോകണം. ഡൊമൈൻ ഇവിടുന്ന് ഫുള്ള് വരക്കാം. ഇവിടുന്ന് ഒക്കെ ഇവിടേക്ക് വരും, ഇവിടുന്ന് ഒക്കെ മേലേക്ക് വരക്കാം. ഡൊമൈൻ ഈക്വൽ ടു റിയൽ നമ്പർ. റേഞ്ച് ഇവിടുന്ന് അങ്ങനെ വെച്ചോക്കാം. അങ്ങോട്ട് ഇതിപ്പോ തട്ടും, ഇങ്ങനെ പോവാണ്. തട്ടും തട്ടും. ഡൊമൈനും റേഞ്ചും ഒക്കെ എന്താ? റിയൽ നമ്പർ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ മോഡ് x plus 1. മോഡ് x plus 1 ആണ് നമ്മൾ പഠിച്ചത്. നമ്മൾ മോഡ് എക്സിന്റെ വരച്ചു, മൈനസ് മോഡ് എക്സിന്റെ വരച്ചു അല്ലെ? പിന്നെ മോഡ് x plus 1 പറഞ്ഞു, മോഡ് x minus 1 പറഞ്ഞു. മോഡ് എക്സിന് ശേഷമാണ് പ്ലസ് 1. ഇതോ
1 കൂടി ശേഷം ആ മോഡ് ഇവിടെയാണ്, രണ്ടും മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഗ്രാഫാണ് വെക്കണം. എക്സിന് 0 കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു? മോഡ് 0 പ്ലസ് 1. മോഡ് 0 പ്ലസ് 1 മോഡ് 1 അല്ലേ? 1 0 കൂട്ടിയ 0 1 കൂട്ടിയ 1 അല്ലേ? അതിന്റെ മോഡ് 1 അല്ലേ? അപ്പൊ 0 കൊടുത്താൽ 1 പോകും. 1 കൊടുത്ത് നോക്കാം. എക്സ് 1 ആണെങ്കിലോ ഇവിടെ 1 കൊടുത്താൽ എന്താ സംഭവിക്കാം? 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2ന്റെ മോഡ് 2. 1 കൊടുത്താൽ 2. 2 കൊടുത്താലോ അതിലേക്ക് 1 കൂട്ടിയിട്ട് മോഡ് എടുക്കാം. അതിലേക്ക് 1 കൂട്ടാ മോഡ് എടുക്കാം. ഇതിലേക്ക് 1 കൂട്ടിയ 3, അതിന്റെ മോഡ് 3. 4 ആണെങ്കിലോ 3 കൊടുത്താലോ അതിന്റെ മോഡ് 3ന്റെ മോഡ് 3 ആണ്. ഇപ്പൊ 1 കൊടുക്കുമ്പോ 4. -1 കൊടുക്കുമ്പോ നോക്കുക. -1 കൊടുക്കുമ്പോ -1ലേക്ക് 1 കൂട്ടുമ്പോ പ്ലസ് അതിന് 0. -1 പ്ലസ് 1 0. അതിന്റെ മോഡ് 0 ആണ്. -2 കൊടുത്താലോ ആ -2 പ്ലസ് 1 ചെയ്യാം. ആദ്യം -2 പ്ലസ് 1 ആദ്യം ചെയ്യാം. ഇതിന് ആൻസർ എത്ര? -1. എന്നിട്ട് മോഡ് എടുക്കുക. അപ്പോ 1. -3 കൊടുത്താലോ -3ക്ക് 1 കൂട്ടുക. എത്ര വരാ? -2. എന്നിട്ട് അതിന്റെ മോഡ് എടുക്കുക. എത്ര വരാ? -3ക്ക് 1 കൂടുമ്പോ -2. അതിന്റെ മോഡ് +2. ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പൊ കൊടുത്തതിൽ മൊത്തത്തിൽ മോഡ് എടുക്കണം. അതുകൊണ്ട് കിട്ടുന്ന വാല്യൂസിൽ നെഗറ്റീവ് ഉണ്ടാവില്ല കേട്ടോ. 0 കൊടുത്താൽ 1 ആ കിട്ടുക. സോ 0 1 ഒരു പോയിന്റ് ആണ്. 0 1 1 കൊടുത്താൽ 2 കിട്ടും. ഇതാ 1. 2 കൊടുത്താലോ അതിനേക്ക് 1 കൂടും. 3 കൊടുത്താലോ അതിലേക്ക് 1 കൂടും. ഇങ്ങനെ വരും അല്ലെ? -1 കൊടുത്താൽ 0 കൂടും. -2 കൊടുത്താലോ അപ്പൊ 1 കൂടും. -3 കൊടുത്താലോ ഇത് വി ഷേപ്പിൽ തന്നെയാണ് പോവുക. നമ്മള് മോഡ് എക്സിന്റെ ഗ്രാഫ് പറഞ്ഞു വി ഷേപ്പിൽ 0 എന്ന് പോകും. മോഡ് എക്സിന്റെ എങ്ങനെ പറഞ്ഞു? മോഡ് എക്സ് പ്ലസ് 1ന്റെ ആണെങ്കിൽ 1 എന്ന് പോകും. മോഡ് എക്സ് -1 ആണെങ്കിലോ -1 പോകും. ഇത് മോഡ് ഓഫ് എക്സ് പ്ലസ് 1 ആണ്. മോഡ് ഓഫ് എക്സ് പ്ലസ് 1ന്റെ ഗ്രാഫ് കൊടുക്കുക. അത് +1 അല്ലേ? അപ്പൊ -1ൽ നിന്നേക്കാരം ഗ്രാഫ് പോകുന്നത്. ഓർത്താണ് ഗ്രാഫ് വി ഷേപ്പ് ആണ്. വി ഷേപ്പിലാണ് വരിക. +1 ആയതുകൊണ്ട് അതിന്റെ ഗ്രാഫ് -1 ആണ് വരിക. ഇങ്ങനെയായിരുന്നു എങ്കിൽ ഇതിന്റെ ഗ്രാഫ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? -1 അല്ലേ? +1ൽ നിന്ന് വരും. വി ഷേപ്പ് ഇവിടുന്ന വരും. ഓക്കെ, ഇതിന്റെ ഗ്രാഫ് അങ്ങനെ വരും കേട്ടോ. അപ്പൊ ഇതിന്റെ ഗ്രാഫ് ഇതാണ്. വി ഷേപ്പ് -1ൽ തുടങ്ങും. ഡൊമൈന് ഫുള്ള് വെച്ചാൽ മതി. ഡൊമൈൻ ഈക്വൽ ടു റിയൽ നമ്പർ. റേഞ്ച് ഇവിടുന്ന് ഇങ്ങനെ വരും. ഇവിടുന്ന് ഫുള്ള് 0 to ∞. ക്ലോസ്ഡ് ആണ്, ഇവിടെ ഓപ്പൺ ആണ്. ഓക്കെ, ഇതോടുകൂടി ഗ്രാഫ് എന്ന ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കാണ്. ഓക്കെ.